It is a privilege to have you here, and I also welcome all the students attending this. Over to you. കേൾക്കാമോ? ഹലോ. യെസ് സർ, കേൾക്കാം. ഓക്കെ, അപ്പം സ്റ്റുഡൻസിന് മൈക്ക് ഓൺ ചെയ്യാൻ പറ്റുമോ അതോ അവർക്ക് ചാറ്റ് ബോക്സ് യൂസ് ചെയ്യാമോ? എങ്ങനെയാ ചെയ്യുന്നത്? സ്റ്റുഡൻസിന് മൈക്ക് ഓൺ ചെയ്യാം, വീഡിയോ ഓൺ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഞാൻ എൻ്റെ ഒരു നെറ്റ് കണക്ടിവിറ്റി ഇഷ്യൂ ബ്രേക്ക് ഇല്ലാതിരിക്കാൻ വേണ്ടി ഞാനും വീഡിയോ ഓഫ് ആണ്. ഐ ബി ഷെയറിംഗ് മൈ സ്ക്രീൻ ഇൻ ബിറ്റ്വീൻ ആൻഡ് ഐ ബി എക്സ്പ്ലൈനിങ് വിത്ത് ദ കൺസെപ്റ്റ്സ്. അത് ഓക്കെ ആണെന്ന് പ്രതീക്ഷിക്കണം. സർ, യെസ്, ഓക്കെ ആണ്. Okay, thank you. On the outset, I'd like to thank the MuLearn team for giving me this opportunity to give a short preparation session in connection with the KTU examinations that is upcoming for the engineering geology subject. മലയാളം മനസ്സിലാകാത്തവരുണ്ടാവോ ക്ലാസ്സിൽ? അതോ മലയാളത്തിൽ പറയാമോ? Anybody who doesn't understand Malayalam in the session, attending the session? If there is somebody who is not able to understand Malayalam, please let me know. Otherwise, I can maybe better explain the concepts in a combination of Malayalam and English. Okay, എല്ലാവർക്കും മലയാളം മനസ്സിലാവുന്നവരെന്ന് പറഞ്ഞ പ്രതീക്ഷയിൽ ഞാൻ പോകുന്നു. If at all, if anybody finds any difficulty in understanding whatever that I'm trying to say, please raise your hand, or you can ping me in the chat box, and I can actually clear whatever that is that you are not understanding. Okay, so thank you for the team of MuLearn for giving me this opportunity. Today we'll be having a short preparation session in connection with the engineering geology subject for the upcoming KTU examinations. Okay, so what I plan to do, ഞാൻ ഇന്ന് പ്ലാൻ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ സിലബസ്, I'll be discussing the syllabus. സിലബസിൽ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂല് മസ്റ്റായിട്ട് പഠിച്ചിരിക്കേണ്ട ചോദ്യങ്ങൾ ഏതൊക്കെ? ബിക്കോസ് ആസ് ഫാർ ആസ് എഞ്ചിനീയറിംഗ് ജിയോളജി ഗോസ്, ജിയോളജി എന്ന് പറഞ്ഞ ഒരു സബ്ജക്റ്റിന്റെ ഇഷ്യൂ മേ ബി ദ വാസ്റ്റ്നെസ് ഓഫ് ദ സബ്ജക്ട്. എത്ര വലുതാണ് സബ്ജക്ട്, എസ്പെഷ്യലി ലാസ്റ്റ് മിനിറ്റിൽ പഠിക്കാൻ തുടങ്ങിയ കുട്ടികൾ ഉണ്ടെങ്കിൽ നിങ്ങൾ പഠിക്കാൻ എടുത്തപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും, ഓക്കെ, ദ സബ്ജക്ട് ഈസ് എ ബിറ്റ് ടു മച്ച്, നമ്മൾ പ്രതീക്ഷിച്ച അത്ര ഒരു ഈസി അല്ല എന്ന് ചിലപ്പോൾ ലാസ്റ്റ് മിനിറ്റിലാണ് പഠിക്കാൻ എടുത്തതെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഇപ്പോൾ തോന്നുന്നുണ്ടാവും. ബിക്കോസ് 2 ദിവസത്തിൽ എക്സാം ആണല്ലോ. അപ്പോൾ അതൊന്ന് സിംപ്ലിഫൈ ചെയ്ത് തരാൻ നിർബന്ധമായും പഠിച്ചിരിക്കേണ്ട കുറച്ച് ചോദ്യങ്ങൾ ഓരോ മൊഡ്യൂളിൽ നിന്നും, ബിക്കോസ് അസ്യൂനോ നമ്മളുടെ എക്സാമിനേഷൻ മൊഡ്യൂൾ വൈസ് ആണ്. എക്സാം പാറ്റേണെ പറ്റി ഞാൻ പറയാം. അതിനൊപ്പം ഓരോ മൊഡ്യൂളിൽ നിന്നും നിർബന്ധമായും പഠിച്ചിരിക്കേണ്ട ചോദ്യങ്ങളും അതിനൊപ്പം വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസും കൂടെ ഒന്ന് ഡിസ്കസ് ചെയ്യാം, അതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇതിനൊപ്പം എന്തെങ്കിലും മെറ്റീരിയൽസ് ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻ ഞാനത് MuLearn ടീമുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് എങ്ങനെയാ അതിന്റെ ഓപ്ഷൻ ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഐ ക്യാൻ ഷെയർ യു അത് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആയിട്ടുള്ള രീതിയിൽ കുറച്ച് ഡോക്യുമെന്റ്സ് തരാൻ വേണ്ടി ശ്രമിക്കാം. സോ വിത്ത് ദിസ് ഷോർട്ട് ഇൻട്രൊഡക്ഷൻ, can I move on to the session? സെഷൻ സ്റ്റാർട്ട് ചെയ്യാമല്ലോ അല്ലേ? Sir. ഓക്കെ, സോ ഞാൻ ഈ പറഞ്ഞതാണ് ഞാൻ പ്രിപ്പയർ അല്ലെങ്കിൽ ഞാൻ ഡെലിവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇതിന്റെ മുകളിലേക്കായി ഇതിന് അഡീഷണൽ ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് either ചാറ്റ് ബോക്സിൽ അല്ലെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് നിങ്ങൾക്ക് പറയാം. ഞാൻ കൂടുതലായിട്ട് ആൻസേഴ്സ് ഡിസ്കസ് ചെയ്യുന്നതിനേക്കാളും, ബിക്കോസ് ബൈ നൗ ഐ ബിലീവ് ദാറ്റ് യു ഹാവ് ഇനഫ് ആൻഡ് മോർ മെറ്റീരിയൽ. നിങ്ങളുടെ കയ്യിൽ ഒരുപാടധികം മെറ്റീരിയൽസ് ഓൾറെഡി കാണും ഞാൻ പ്രതീക്ഷിക്കുന്നു. ഐദർ നോട്ട്സ് ആയിട്ട് അല്ലെങ്കിൽ PPTs ആയിട്ട് അങ്ങനെയൊക്കെ മെറ്റീരിയൽസ് ഓൾറെഡി കാണും ഞാൻ പ്രതീക്ഷിക്കുന്നു. ആ മെറ്റീരിയൽസിൽ നിന്ന് എന്താണ് പഠിക്കേണ്ടത് എന്നുള്ളൊരു അങ്കലാപ്പിലേക്കായിരിക്കും നിങ്ങൾ എത്തിയിട്ടുണ്ടാവുക എന്നാണ്. ദാറ്റ് ഇസ് എ ജനറൽ ഫീലിംഗ് ദാറ്റ് ഐ ഗെറ്റ്. കഴിഞ്ഞ ഒരു 4 വർഷമായിട്ട് ജിയോളജി പഠിപ്പിക്കുന്ന ഒരു സ്റ്റാഫ് എന്നുള്ള രീതിയിൽ കുട്ടികളിൽ നിന്ന് സാധാരണ കിട്ടുന്ന ഒരു ഫീഡ്ബാക്ക് അതാണ്. പഠിക്കാനിരിക്കുമ്പം ആക്ച്വലി എന്താ പഠിക്കേണ്ടതെന്ന് അറിയാൻ വയ്യ, ഒരുപാടുണ്ട് കണ്ടന്റ്, അതിൽ എന്തൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് എന്ന് അറിയില്ല എന്നുള്ളതാണ്
എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു ഫീഡ്ബാക്ക്. അപ്പൊ ആ ബേസിസിൽ ഞാൻ അങ്ങനെയാണ് ഈ സെഷൻ പ്ലാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ബട്ട് ബൈ ഓൾ മീൻസ് നിങ്ങൾക്ക് എന്തെങ്കിലും പർട്ടിക്കുലർ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് നമുക്ക് ക്ലിയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. സോ ഐ ബി ഷെയറിംഗ് മൈ സ്ക്രീൻ നൗ. ഐ ഹോപ്പ് യു ആർ ഏബിൾ ടു സീ മൈ സ്ക്രീൻ. എന്റെ സ്ക്രീൻ കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത് നമ്മുടെ ജിയോളജിയുടെ KTUവിന്റെ സിലബസ് ആണ്. KTUവിന്റെ സിലബസിൽ ഞാനപ്പോൾ ആ സിലബസിലെ ഓരോ മൊഡ്യൂളിലുള്ള കാര്യങ്ങളെ പറ്റിയാണ് ജനറൽ ആയിട്ട് ആ മൊഡ്യൂളിനെ പറ്റി ഒന്ന് ഡിസ്കസ് ചെയ്യുന്നു. അതിനൊപ്പം അതിൽ ഏറ്റവും ഒഴിവാക്കാതെ പഠിക്കേണ്ട ഒരു 3 ചോദ്യം അല്ലെങ്കിൽ 4 ചോദ്യം വെച്ച്, അപ്പം എഫക്റ്റീവ്ലി യു വിൽ ബി ഗെറ്റിംഗ് സം 15 to 20 ക്വസ്റ്റ്യൻസ് ദാറ്റ് യു നീഡ് ടു ലേൺ കമ്പൽസറിലി. ഓക്കെ, അപ്പൊ ആ 20 ക്വസ്റ്റ്യൻസ് നിന്ന് പാസ്സാവാനുള്ള മാർക്ക് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓൾറൈറ്റ്. Okay, so engineering geology, as you all know, it's a 4 credits course. KTU in the S4 program, S4 in civil engineering in the fourth semester second slot വരുന്ന കോഴ്സാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോഴ്സാണ്. അതിനൊപ്പം തന്നെ എൻറ്റയർലി തിയറി ബേസ്ഡ് ആയിട്ടുള്ള ഒരു കോഴ്സുമാണ്. ഡ്യൂറിങ് ദ എൻറ്റയർ കോഴ്സ്, ഈ ഒരു കോഴ്സിന്റെ 5 മൊഡ്യൂളുകളൂടെ ചേർത്തിട്ട് ആകെ ഒരേ ഒരു ഫോർമുല മാത്രമേ പഠിക്കാനായിട്ടുള്ളൂ. ഒരേ ഒരു ഫോർമുല മാത്രമേ പഠിക്കാനായിട്ടുള്ളൂ. ആ ഫോർമുല ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻസ്, ഒരു പ്രോബ്ലം, ന്യൂമറിക്കൽ പ്രോബ്ലം ആയിട്ട് ഇന്നേ വരെ ഈ സ്കീമിലോ പഴയ സ്കീമിലോ ഒന്നും ചോദിച്ചിട്ടുമില്ല. ഇനി തേർഡ് മൊഡ്യൂളിലാണ്. തേർഡ് മൊഡ്യൂളിൽ എത്തുമ്പോൾ ആ ഫോർമുലയെ പറ്റി പറയാം. സോ എൻറ്റയർലി ഒരു തിയറി ബേസ്ഡ് സബ്ജക്റ്റ് ആണ്. ഒരു തിയറി ബേസ്ഡ് സബ്ജക്റ്റ് ആയതുകൊണ്ട് തന്നെ ആദ്യമേ ഒരു ഔട്ട്സെറ്റിൽ തന്നെ കാര്യം പറയട്ടെ, ഒരുപാട് തിയറി എഴുതുന്നതിനേക്കാളും പോയിന്റുകൾ മാക്സിമം ഇൻക്ലൂഡ് ചെയ്യുന്നതിനും അതിനോടൊപ്പം തന്നെ റിലവൻ്റ് ആയിട്ടുള്ള ഫിഗറുകൾ ഇൻക്ലൂഡ് ചെയ്യുന്നതും പ്രത്യേകമായി ശ്രദ്ധിക്കുക. നിങ്ങളുടെ പഠനത്തിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ആസ് ഫാർ ആസ് പോസിബിൾ പറ്റുന്നിടത്തോളം ഫിഗേഴ്സ് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. പഠിക്കുമ്പോൾ, പരീക്ഷയ്ക്ക് എഴുതുമ്പോഴും ഏതൊരു ചോദ്യം ചോദിച്ചാലും ആ ചോദ്യവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു ഫിഗർ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ആ ഫിഗർ ആഡ് ചെയ്താൽ അതിന് ഒരുപാട് റെലവൻസ് ഉണ്ടാവും. അത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചാൽ, ഇപ്പം ഒരു ഇൻവിജിലേഷൻ പോയിന്റ് ഓഫ്, അല്ല സോറി, ഒരു വാലുവേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ ഇപ്പം ഞങ്ങളൊക്കെ വാല്യൂ ചെയ്യാൻ പോകുന്ന ആൾക്കാരാണ്. നമ്മൾ വാല്യൂ ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ ഒരുപാട് പേപ്പേഴ്സ് ഒരേ ദിവസം നോക്കുന്നുണ്ടാവും. അങ്ങനെ ഒരുപാട് പേപ്പേഴ്സ് നോക്കുന്ന സമയത്ത് നമ്മളുടെ ജോലി എളുപ്പമാക്കി തരുന്നവര് സ്വാഭാവികമായിട്ടും നമുക്ക് ഒരാൾ എന്തെങ്കിലും ഒരു സഹായം ചെയ്തു തന്നാൽ അവരെ നമുക്ക് തിരിച്ച് സഹായിക്കാൻ തോന്നും, അല്ലേ? അപ്പൊ അതേ രീതിയിലാണ് നമ്മൾക്ക് മാർക്ക് അറിയാതെ ഇടാൻ വേണ്ടി നമുക്കൊരു ടെൻഡൻസി ഉണ്ടാവും. ഒരു ജനറലി ഒരു ആവറേജ് ആൻസർ, ഒരു ഏതാണ്ട് കൃത്യമായ ഒരു ഫിഗർ വരച്ചിട്ടുണ്ടെങ്കിൽ 5 മാർക്കിന്റെ ഒരു ചോദ്യമാണ്, ചിലപ്പോൾ 4 മാർക്ക് വരെ കിട്ടും ആവറേജ് ആൻസറിന്. അതേസമയം ആ ഫിഗർ ഇല്ലെങ്കിൽ 4 എന്നുള്ളത് 3 ചിലപ്പോൾ 2.5 ഒക്കെ ആയിട്ട് കുറയും. ചെറിയ തെറ്റുകളൊക്കെ ഉള്ള ഒരു ആൻസർ ആണെങ്കിലും കറക്റ്റായ ഒരു ഫിഗർ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു 5 മാർക്കിൻ്റെ ഒരു 3 മാർക്ക് വരെയൊക്കെ കിട്ടും. ഇതാണ് അതിന്റെ അഡ്വാൻറ്റേജ്. ചില സാഹചര്യങ്ങളിൽ ചിലപ്പോൾ ഫിഗറൊക്കെ കറക്റ്റാണ്, എഴുത്തിനകത്ത് വലിയ കാര്യത്തിലൊന്നും ഇല്ലെങ്കിലും ഒരു ഹാഫ് ദ മാർക്സ് ഒക്കെ കിട്ടി പോകുന്നതും ഒക്കെ കണ്ടിട്ടുണ്ട്. അപ്പം ഐഡിയലി എപ്പോഴും ആസ് ഫാർ ആസ് പോസിബിൾ ജിയോളജി എക്സാമിന്, തിയറി പേപ്പേഴ്സിനെല്ലാം പർട്ടിക്കുലർ ജിയോളജി എക്സാമിന് നിങ്ങൾ എന്തൊക്കെ ഫിഗേഴ്സ് ഇൻക്ലൂഡ് ചെയ്യാമോ ആ ഫിഗേഴ്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, ഫസ്റ്റ് മൊഡ്യൂൾ എക്സ്റ്റേണൽ എർത്ത് പ്രോസസ്സുകളെ പറ്റി പറയുന്ന മൊഡ്യൂളാണ്. അതായത് ഭൂമിയുടെ ഉപരിതലത്തിൽ, ഭൂമിയുടെ സർഫസിൽ നടക്കുന്ന അല്ലെങ്കിൽ സർഫസുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രോസസ്സുകളെ പറ്റിയാണ് നമ്മൾക്ക് ഫസ്റ്റ് മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓരോ മൊഡ്യൂളിൽ പറയുമ്പോഴും അതിന് ആ മൊഡ്യൂൾ എൻറ്റയർലി ഒരു പർട്ടിക്കുലർ ഏരിയയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. സോ ഫസ്റ്റ് മൊഡ്യൂൾ ബേസ്ഡ് ഓൺ സർഫസ് പ്രോസസ്സസ്. ഭൂമിയുടെ ഉപരിതലത്തിൽ ഒരുപാട് പ്രോസസ്സുകൾ നടക്കുന്നുണ്ട്, അതിനെ ബന്ധപ്പെടുത്തിയാണ് ആ മൊഡ്യൂൾ ഉള്ളത്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോസസ്സ് തന്നെയാണ് നിങ്ങൾ ആദ്യം ഒഴിവാക്കാതെ പഠിക്കേണ്ട ചോദ്യം, വെതറിങ്. വെതറിങ് എന്ന് പറയുന്ന പ്രോസസ്സ് എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പം അറിയാമായിരിക്കും. വെതറിങ് എന്ന് പറയുന്നത് നമ്മളുടെ ഭൂമിയിലുള്ള പാറകൾ, റോക്സ് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത്, ഡീക്കേ ചെയ്ത് പൊടിഞ്ഞ് പോകുന്ന ആ ഒരു പ്രോസസ്സിനെ വിളിച്ച പേരാണ് വെതറിങ്. വെതറിങ് എന്ന് പറയുന്ന പ്രോസസ്സ് വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പ്രോസസ്സസ് ദാറ്റ് ഈസ് ഒക്കറിങ് ഓൺ ദ സർഫസ് ഓഫ് ദി എർത്ത് ആൻഡ്
ഓൾസോ ഫ്രം ദ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ. വെതറിംഗ് എന്ന് പറയുമ്പോൾ അതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ നിങ്ങൾ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂല് ഒഴിവാക്കാതെ പഠിക്കേണ്ടത് ഒന്ന് ഫിസിക്കൽ വെതറിംഗ്. ഫിസിക്കൽ വെതറിങ്ങിന്റെ ടൈപ്സ് ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ അതിനൊപ്പം ഒരു 2-3 എണ്ണമെങ്കിലും ഡീറ്റെയിൽ ആയിട്ട് എഴുതാൻ വേണ്ടി പഠിക്കാം. ഏതൊക്കെ വേണമെന്ന് കൃത്യമായി അങ്ങനെ പറയുന്നില്ല. പക്ഷേ ഫ്രോസ്റ്റ് ആക്ഷൻ എന്ന ടൈപ്പ് വിടാതെ പഠിക്കുക. ഫ്രോസ്റ്റ് ആക്ഷൻ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ഒരു ടൈപ്പാണ്. വളരെ റെയർ ആയിട്ടാണ് പേര് സ്പെസിഫൈ ചെയ്ത് ചോദിക്കാറുള്ളത്. സാധാരണ വാട്ട് ആർ ലിസ്റ്റ് ഔട്ട് ദ വേരിയസ് ടൈപ്സ് ഓഫ് ഫിസിക്കൽ വെതറിംഗ്, എക്സ്പ്ലെയിൻ അബൌട്ട് എനി 3 അങ്ങനെയൊക്കെയാണ് ചോദ്യങ്ങൾ വരാറ്. പേരെഴുതി എക്സ്പ്ലെയിൻ അബൌട്ട് ഫ്രോസ്റ്റ് ആക്ഷൻ അല്ലെങ്കിൽ അൺലോഡിങ് എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്നത് റെയർ ആണ്. അഗൈൻ വി ആർ നോട്ട് ഡിസ്കസിങ് അബൌട്ട് ദ റെയറിറ്റി. ഞാൻ ഇവിടെ റെയറിറ്റിയെ പറ്റി അല്ല ഇന്നത്തെ ഈ സെഷനിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഞാൻ ജനറലി വരാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക ഒരു ബ്രിമ്മിൽ നിൽക്കുന്നവർ പാസ്സാവാൻ എന്താ വേണ്ടത്, ലാസ്റ്റ് മിനിറ്റിൽ എടുത്ത് എനിക്ക് എങ്ങനെയെങ്കിലും ഫസ്റ്റ് എയിം എന്ന് പറയുന്ന പാസ്സാവുകയാണ്, അങ്ങനെയുള്ള കേസിൽ ഞാൻ പറയുന്നത്. ഇപ്പം ഫിസിക്കൽ വെതറിംഗ് എന്ന് പറയുന്ന സാധനം, ഫിസിക്കൽ വെതറിങ്ങിന്റെ ടൈപ്സ് ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ എന്തൊക്കെയാണ് ലിസ്റ്റ്, ഓരോരോ ടൈപ്സ് എന്തൊക്കെയാണെന്ന് എഴുതാൻ വേണ്ടി പഠിക്കണം. മിനിമം ഒരു 2-3 എണ്ണത്തിനെ പറ്റി ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പഠിക്കണം. ഇതിനോടൊപ്പം തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് സിഗ്നിഫിക്കൻസ് ഓഫ് വെതറിംഗ്. ഒരു വെതറിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് എഞ്ചിനീയറിംഗ് പോയിന്റ് ഓഫ് വ്യൂവിൽ എന്താണ് അതിന്റെ സിഗ്നിഫിക്കൻസ്? അത് പ്രോസും ഉണ്ട് കോൺസും ഉണ്ട്, പോസിറ്റീവ് ആസ് വെൽ ആസ് നെഗറ്റീവ് ആസ്പെക്ട്സ്. ഫോർ പോസിറ്റീവ് സൈഡിലും നമ്മൾ നെഗറ്റീവ് സൈഡിലും ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാറുണ്ട്. വെതറിങ്ങിനെ പറ്റി പറയുമ്പോൾ നമ്മൾക്ക് വെതറിംഗ് നടന്നാൽ മാത്രമേ അക്വിഫർ എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി അഥവാ നമുക്ക് പെർമിയബിലിറ്റി എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി ഉണ്ടാവണമെങ്കിൽ വെതറിംഗ് ആയിരിക്കണം. അൺവെതേർഡ് ആണെങ്കിൽ പെർമിയബിലിറ്റി ഉണ്ടാവില്ല. ഇപ്പൊ പെർമിയബിലിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വാട്ടർ കണ്ടക്ട് ചെയ്യാനുള്ള കഴിവ് റോക്ക് മാസിന് ഉണ്ടാവുള്ളൂ. അങ്ങനെയാണെങ്കിൽ മാത്രമേ അക്വിഫർ എന്ന് പറയുന്നത് 3rd മൊഡ്യൂളിൽ നമ്മൾ ഡിഫൈൻ ചെയ്യും അക്വിഫറിനെ. അപ്പോൾ നമുക്ക് വെള്ളം ടാപ്പ് ചെയ്ത് ഉപയോഗിക്കാൻ വെള്ളം കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് വെതറിംഗ് എന്ന് പറഞ്ഞ പ്രോസസ്സ് നടക്കണം. സോയിൽ ഫോർമേഷൻ എന്ന് പറയുന്നത് വെതറിങ്ങിന്റെ ഒരു എൻഡ് സ്റ്റെപ്പാണ്. നമ്മൾ ഇന്ന് കാണുന്നത്, നമ്മൾ കാല് ചവിട്ടി നിൽക്കുന്ന മണ്ണ് ഉണ്ടാവുന്നത് വെതറിംഗ് മൂലമാണ്. അപ്പൊ ആ രീതിയിലൊക്കെ നമുക്ക് വെതറിംഗ് ഒരുപാട് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. എന്നാലും അതിനൊപ്പം തന്നെ നെഗറ്റിവിറ്റിയും ഉള്ള ഒരു കാര്യം, നെഗറ്റീവ് സൈഡും ഉള്ള കാര്യമാണ്. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു ബിൽഡിംഗ്, ഒരു സ്ട്രക്ചർ ഉണ്ടാക്കാൻ പോവുകയാണ്. സിവിൽ എഞ്ചിനീയേഴ്സ് ഒരു സ്ട്രക്ചർ ഉണ്ടാക്കും. ആ സ്ട്രക്ചറിലെ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടുണ്ട്. ഏതൊരു സ്ട്രക്ചർ എടുത്താലും അതിന്റെ ഫൗണ്ടേഷൻ. ബിക്കോസ് നമ്മൾ ഉണ്ടാക്കുന്ന സ്ട്രക്ചറിന്റെ ലോഡ് മുഴുവൻ, വെയിറ്റ് മുഴുവൻ സോയിലിലേക്ക് അല്ലെങ്കിൽ വാട്ട് എവർ ദാറ്റ് ഈസ് ബിലോ ദ സ്ട്രക്ചർ, അതിന്റെ സബ് സ്ട്രക്ചർ ആയിട്ട് അതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ഇന്റഗ്രൽ പാർട്ട് ഓഫ് സ്ട്രക്ചർ ആണ് ഫൗണ്ടേഷൻ. ഈ ഫൗണ്ടേഷൻ നമുക്ക് വെതേർഡ് മെറ്റീരിയലിൽ ഫൗണ്ട് ചെയ്യാൻ പറ്റില്ല. അതിന് പ്രോപ്പർ ലോഡ് എടുക്കാൻ കഴിവുള്ള അൺവെതേർഡ് മെറ്റീരിയലിൽ മാത്രമേ നമുക്ക് ഫൗണ്ടേഷൻ പ്ലേസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ, എസ്പെഷ്യലി ഹെവി സ്ട്രക്ചേഴ്സിന്റെ. അപ്പം വെതറിംഗ് ഫ്രം ദ എഞ്ചിനീയറിംഗ് പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് നെഗറ്റീവ്സ് ഉള്ള ഒരു കാര്യമാണ്. അപ്പൊ ഈ രീതിയിൽ ഒരു 3-4 പോയിന്റുകൾ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്സ് ഒന്ന് പഠിച്ചു വെച്ചിരിക്കണം. എഞ്ചിനീയറിംഗ് സിഗ്നിഫിക്കൻസ് ഓഫ് വെതറിംഗ്. ഐ ഹോപ്പ് യു ആർ നോട്ടിംഗ് ഡൗൺ. കാര്യങ്ങൾ നോട്ട് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്തെങ്കിലും കാര്യം ഞാൻ റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ പ്ലീസ് ഇടയിൽ വെച്ചിട്ട് നിങ്ങൾക്ക് ചാറ്റ് ബോക്സ് യൂസ് ചെയ്ത് അല്ലെങ്കിൽ മൈക്ക് അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വൺ ഫിസിക്കൽ വെതറിങ്ങിനെ പറ്റി പറഞ്ഞു. രണ്ടാമത് സിഗ്നിഫിക്കൻസ് ഓഫ് വെതറിങ്ങിനെ പറ്റി പറഞ്ഞു. ഇതിനോട് ചേർന്ന് 5 മാർക്സില് പാർട്ട് എയില് റിപ്പീറ്റ് ചെയ്ത് പലപ്പോഴും കണ്ടിട്ടുള്ള ഒരു ചോദ്യം, ഞാൻ ഐ കാൺ സേ ഇതൊരു ഷോർട്ട് ആണെന്ന് പറയാൻ പറ്റില്ല, നമുക്ക് റിപ്പീറ്റ് ചെയ്ത് കൂടുതൽ ചോദ്യങ്ങൾ വരുന്നത് പാർട്ട് ബിയിലാണ്. ഓക്കെ, നിങ്ങൾക്ക് അറിയാമായിരിക്കും ഓൾറെഡി, നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ 2 പാർട്സ് ഉള്ളതാണ്, പാർട്ട് എ, പാർട്ട് ബി. പാർട്ട് എ എന്ന് പറയുന്നത് 5 മാർക്കിന്റെ ചോദ്യങ്ങളാണ്. 10 ചോദ്യം ഉണ്ടാവും. ഓരോ മോഡ്യൂളിൽ നിന്ന് 2 ചോദ്യം വീതം. 2 questions from each module, total 10 ക്വസ്റ്റ്യൻസ് വരുന്ന രീതിയിൽ, 4 മാർക്കിന്റെ ഇതിലാണ്. അപ്പൊ നിങ്ങൾക്ക് അതിനകത്ത് ഷുവറായിട്ട് ആൻസർ ചെയ്യണം. നിങ്ങൾക്ക് ഓപ്ഷൻ ഇല്ലാത്ത ചോദ്യങ്ങളാണ്. അതേസമയം സെക്കൻഡ് പാർട്ടിലോട്ട് വരുമ്പോൾ, പാർട്ട് ബിയിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഓപ്ഷൻസ് ഉള്ള ചോദ്യങ്ങളാണ്. ഓരോ മോഡ്യൂളിൽ നിന്ന് 2 ചോദ്യം ഉണ്ടാവും. 2 questions which may have sub questions. 2 ചോദ്യങ്ങൾ ഉണ്ടാവും. ആ ചോദ്യങ്ങളിൽ ഏതെങ്കിലും ഒരെണ്ണം എഴുതുക, എ ഓർ ബി, അങ്ങനെയുള്ള രീതിയിലായിരിക്കും പാർട്ട് ബിയിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. അപ്പോൾ ആ പാർട്ട് ബിയിലെ ക്വസ്റ്റ്യൻസ് ആണ് മേജർ പാർട്ട് ഓഫ് ദ മാർക്സ് ഹോൾഡ് ചെയ്യുന്നത്. ആ മേജർ പാർട്ട് ഓഫ് ദ മാർക്സ് ഹോൾഡ് ചെയ്യുന്നതിന് വേണ്ടിയാണ്
നമ്മൾ അതാണ് നമ്മൾ മിനിമം ആയി ഏറ്റവും കുറഞ്ഞത് അതെങ്കിലും നമുക്ക് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റണം. ബിക്കോസ് പാർട്ട് എ ഗസ് ചെയ്യാൻ പാടാണ്. നമുക്ക് ഓഫ് കോഴ്സ് വിൽ ട്രൈ ആൻഡ് ഐ ട്രൈ ആൻഡ് ടെൽ യു വാട്ട് ആർ ദ പോസിബിൾ ക്വസ്റ്റ്യൻസ് ഫോർ പാർട്ട് എ ആസ് വെൽ. ഷോർട്ട് ആൻസറിലും പറയാൻ പറ്റും, ഞാൻ ശ്രമിക്കാം. പക്ഷെ അത് ഗസ് ചെയ്യാൻ പാടാണ്. പാർട്ട് ബി കുറച്ചുകൂടെ റിലേറ്റീവ്ലി ഈസിയർ ആണ്. ആൻഡ് ദറ്റ് ഇതാണ് ഞാൻ ഷുവർ ഷോട്ട് നിർബന്ധമായും പഠിച്ചിരിക്കണം എന്ന് പറയുന്നത് പാർട്ട് ബിയിൽ എക്സ്പെക്ട് ചെയ്യുന്ന ചോദ്യങ്ങളാണ്. ഓക്കെ, അപ്പം അതിനോട് ചേർത്ത് ഫസ്റ്റ് മൊഡ്യൂളിൽ തന്നെ ഉള്ളതാണ് സോയിൽ പ്രൊഫൈൽ. സോയിൽ പ്രൊഫൈൽ നമ്മൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. ഒരു വെർട്ടിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സോയിൽ. സോയില് ഉണ്ടായി കഴിയുമ്പോൾ സർഫസിൽ നിന്നും താഴേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ഏറ്റവും ടോപ്പിൽ നമ്മൾ കാണുന്ന ഫൈൻ മെറ്റീരിയൽ ഉണ്ട്. അതിന്റെ തൊട്ടടുത്തതായിട്ട് കാണുന്ന ഒരു കുറച്ച് കോഴ്സ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ഉണ്ട്. അതിന്റെ അടുത്തായിട്ട് കാണുന്ന വെതേർഡ് റോക്ക് എന്ന് പറയുന്ന ഒരു മെറ്റീരിയൽ ഉണ്ട്. ഏറ്റവും ബോട്ടം പിന്നെ നമ്മൾ താഴേക്ക് പോയി കഴിഞ്ഞാൽ അൺവെതേർഡ് ആയിട്ടുള്ള പേരന്റ് റോക്ക് അല്ലെങ്കിൽ ബെഡ് റോക്ക് എന്ന് പറഞ്ഞ മെറ്റീരിയൽ ഉണ്ട്. ഇങ്ങനെ ഒരു വെർട്ടിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ആയിട്ട് വരച്ചു വെച്ചാൽ ആ ഒരു ഫിഗറിനെ നമ്മൾ വിളിച്ച പേരാണ് സോയിൽ പ്രൊഫൈൽ. അത് നമ്മുടെ വെർട്ടിക്കൽ ഡിസ്ട്രിബ്യൂഷൻ പല ഹൊറൈസൺസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. എ ബി സി ഡി ഹൊറൈസൺസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നതിനൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോയിൽ ഹൊറൈസൺസിനെ പറ്റി, സോയിൽ പ്രൊഫൈലിനെ പറ്റിയുള്ള ചോദ്യവും സാധാരണ പാർട്ട് എയിലാണ്, എന്നാലും പാർട്ട് എയിലോ പാർട്ട് ബിയിലോ ഒക്കെ റിപ്പീറ്റ് ചെയ്ത് കാണാറുള്ള ഒരു ചോദ്യമാണ്. അപ്പൊ അതും ഒന്ന് പഠിച്ചിരിക്കുന്നത് നല്ലതാണ്. അപ്പം ഈ 3 ചോദ്യങ്ങൾ പ്രൈമറി ഇമ്പോർട്ടൻസ്, മൊഡ്യൂൾ 1ൽ നിന്ന് പ്രൈമറി ഇമ്പോർട്ടൻസിൽ പഠിക്കേണ്ട 3 ചോദ്യങ്ങൾ: ഫിസിക്കൽ വെതറിംഗ്, എഞ്ചിനീയറിംഗ് സിഗ്നിഫിക്കൻസ് ഓഫ് വെതറിംഗ്, സോയിൽ പ്രൊഫൈൽ. ഈ 3 ചോദ്യങ്ങൾ നിർബന്ധമായും പഠിച്ചിരിക്കുക. ഇതിനോട് ചേർത്ത് സെക്കൻഡറി ഇമ്പോർട്ടൻസിൽ നമ്മൾക്ക് ഇത് കഴിഞ്ഞ് ഈ പ്രൈമറി ഇമ്പോർട്ടൻസ് ഓരോ മൊഡ്യൂളിൽ നിന്നും ഒരു 3 ചോദ്യം 4 ചോദ്യം പറയുന്നത്, ആ ചോദ്യങ്ങൾ പഠിച്ചു കഴിഞ്ഞ് പിന്നെ ഇമ്മീഡിയറ്റ് അടുത്ത പഠിക്കേണ്ട ഫസ്റ്റ് മൊഡ്യൂളിലുള്ള ചോദ്യങ്ങൾ: ഒന്ന് സോയിൽ കൺസർവേഷൻ, സോയിൽ ഇറോഷൻ ആൻഡ് സോയിൽ കൺസർവേഷൻ. സോയിൽ ഇറോഷനെ പറ്റിയും അതിനെ കൺസർവ് ചെയ്യാനുള്ള മെത്തേഡ്സിനെ പറ്റിയും അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്. ഇനി നിങ്ങൾക്ക് കോസ്റ്റൽ ഇറോഷൻ, അതിൽ 2 രീതിയിലുള്ള കാര്യങ്ങളുണ്ട്. കോസ്റ്റൽ ഇറോഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇറോഷൻ കൊണ്ടുണ്ടാവുന്ന സ്ട്രക്ചേഴ്സ് ഉണ്ട്. അതേപോലെ തന്നെ സോറി, കേൾക്കാമോ? ഹലോ ഹലോ കേൾക്കാമോ? ഹലോ, പറയുന്നത് കേൾക്കാൻ പറ്റും? ഓക്കെ ഓക്കെ, താങ്ക് യു. ഓക്കെ, അപ്പോ കോസ്റ്റൽ ഇറോഷനിൽ ഇറോഷൻ കൊണ്ടുണ്ടാവുന്ന സ്ട്രക്ചേഴ്സ് ഉണ്ട്. വേവ് കട്ട് നോച്ച്, വേവ് കട്ട് പ്ലാറ്റ്ഫോം എന്നൊക്കെ പറയുന്ന രീതിയിൽ സ്റ്റാക്ക്, സ്റ്റംപ്, ദോസ് ആർ സ്ട്രക്ചേഴ്സ് ഫോം ഡ്യൂ ടു ഇറോഷൻ. ഇതേപോലെ തന്നെ ഡെപ്പോസിഷൻ കൊണ്ടുണ്ടാവുന്ന സ്ട്രക്ചേഴ്സ് ഉണ്ട്. ബീച്ച്, ബാരിയർ ഐലൻഡ്, അങ്ങനെയൊക്കെ പറഞ്ഞ് ഡെപ്പോസിഷൻ കൊണ്ടുണ്ടാകുന്നത്. രണ്ടും ഇമ്പോർട്ടൻ്റ് ആയി പഠിച്ചിരിക്കാവുന്ന ചോദ്യങ്ങളാണ്. സെക്കൻഡറി ഇമ്പോർട്ടൻസ് ആദ്യം പറഞ്ഞ ഒരു 3 ചോദ്യമുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ പഠിക്കാവുന്നത് സോയിൽ ഇറോഷൻ ആൻഡ് കൺസർവേഷൻ മെഷേഴ്സ്, കോസ്റ്റൽ ഇറോഷന്റെ സ്ട്രക്ചേഴ്സ്, അതേപോലെ തന്നെ കോസ്റ്റൽ പ്രൊട്ടക്ഷൻ മെഷേഴ്സ്, സീ വാൾ, ഗ്രോയിൻസ്, അങ്ങനെയൊക്കെ കോസ്റ്റൽ ഇറോഷനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെഷേഴ്സ്. ഇത്രയും ആണ് ഫസ്റ്റ് മൊഡ്യൂളിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ. ബാക്കിയുള്ള ചോദ്യങ്ങൾ ചോദിക്കില്ല എന്നല്ല, ബാക്കിയുള്ള ചോദ്യങ്ങൾ ചോദിക്കാം. ബട്ട് കൂടുതലായി ചോദിച്ച് കാണാറുള്ള ചോദ്യങ്ങൾ ഇവയാണ്. ഈ പറഞ്ഞ ഓർഡറിൽ ഇത്രയും പഠിച്ചാൽ കൂടുതൽ നല്ല ചാൻസ് ഉണ്ട് നിങ്ങൾക്ക് മാർക്സ് സ്കോർ ചെയ്യാൻ. അപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കുന്നു, യൂസ്ഫുൾ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതേപോലെ മറ്റ് 4 മൊഡ്യൂളുകൾ കൂടെ ഡിസ്കസ് ചെയ്യാം എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതിനുശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും പർട്ടിക്കുലർ ആയിട്ടുള്ള സംശയങ്ങൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ക്വസ്റ്റ്യൻസിനെ പറ്റി ഡിസ്കസ് ചെയ്യണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മൊഡ്യൂളിനെ പറ്റി കൂടുതൽ പറഞ്ഞു തരണമെങ്കിൽ പറഞ്ഞു തരാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, സോ ഇതാണ് ഫസ്റ്റ് മൊഡ്യൂളിൽ. സെക്കൻഡ് മൊഡ്യൂളിൽ സബ് സർഫസ് പ്രോസസ്സുകളെ പറ്റിയാണ് പറയുന്നത്. ഇത്രയും നേരം നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്തിരുന്ന മുഴുവൻ സർഫസ് പ്രോസസ്സുകളെ പറ്റിയായിരുന്നു. സർഫസിൽ നടക്കുന്ന വെതറിംഗ്, ലാൻഡ് സ്ലൈഡ്സ്, കോസ്റ്റൽ എറോഷൻ തുടങ്ങിയ പ്രോസസ്സുകളാണ് ഫസ്റ്റ് മൊഡ്യൂളിലെ ഡിസ്കഷൻ ഉണ്ടായിരുന്നത്. സെക്കൻഡ് മൊഡ്യൂളിൽ സർഫസിന്റെ താഴെ സബ് സർഫസ്
എന്തൊക്കെ നടക്കുന്നു. പ്രൈമറിലി ഒരു പ്രോസസ്സിനെ പറ്റിയാണ് പറയുന്നത്, എർത്ത് ക്വേക്ക് എന്ന് പറയുന്ന പ്രോസസ്സിനെ പറ്റി. എർത്ത് ക്വേക്കിനെ പറ്റി ഒരുപാട് കാര്യങ്ങൾ ആ മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇതിലും അഗെയിൻ പ്രൈമറി ഇമ്പോർട്ടൻസ് ആയിട്ട് നിങ്ങൾ പഠിച്ചിരിക്കേണ്ട 2-3 ചോദ്യങ്ങളുണ്ട്. ഒന്ന്, സീസ്മിക് സോൺസ് ഓഫ് ഇന്ത്യ. ഇന്ത്യ എന്ന് പറയുന്ന ഉപഭൂഖണ്ഡത്തിന്, ഇന്ത്യൻ സബ് കോണ്ടിനെന്റിനെ സർവേ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു ബോഡി പല സോൺസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ബേസ്ഡ് ഓൺ എക്സ്പെക്ടഡ് സീസ്മിക് ആക്ടിവിറ്റി. വരാൻ സാധ്യതയുള്ള പ്രോബബിലിറ്റി ഓഫ് എ സീസ്മിക് ഇവന്റ് ടു ഒക്വർ. ഒരു സീസ്മിക് ഇവന്റ് ഉണ്ടാവാനുള്ള സാധ്യതയുടെ അടിസ്ഥാനത്തിൽ ഉണ്ടാകുന്ന സീസ്മിക് ഇവന്റിന്റെ അളവ് അനുപാതത്തിനെ അടിസ്ഥാനപ്പെടുത്തി സർവേ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ ബോഡി ഇന്ത്യ എന്ന രാജ്യത്തെ പല പല സോൺസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സീസ്മിക് സോണേഷൻ മാപ്പിംഗ് എന്നാണ് ആ പ്രോസസ്സിനെ വിളിച്ച പേര്. അങ്ങനെ ഡിവൈഡ് ചെയ്ത് ഉണ്ടാക്കിയ മാപ്പാണ് സീസ്മിക് സോൺസ് മാപ്പ് ഓഫ് ഇന്ത്യ. അങ്ങനെ 1 മുതൽ 5 വരെ സോണുകളായിട്ടാണ് ഡിവൈഡ് ചെയ്തിരുന്നത്. ഒറിജിനലി ഡിവൈഡ് ചെയ്ത സമയത്ത് എല്ലാ സോണിലും പാർട്സ് ഉണ്ടായിരുന്നു. പാർട്സ് ഓഫ് ഇന്ത്യ ഫെൽ ഇൻ ടു ഓൾ 5 zones. There are parts in all the zones, but due to various seismic activities, ഭുജില്, ലാത്തൂറില് ഒക്കെ ഉണ്ടായ early 2000s ഉണ്ടായ സീസ്മിക് ആക്ടിവിറ്റീസിന്റെ ബേസിസിൽ, ബിക്കോസ് സീസ്മിക് സോണേഷൻ എന്ന് പറയുന്നത് ഹിസ്റ്റോറിക്കൽ ഡാറ്റ ഉപയോഗിച്ചിട്ടുള്ള ഒരു പ്രോബബിലിസ്റ്റിക് പ്രഡിക്ഷൻ ആണ്. ഓക്കെ, പ്ലീസ് നോട്ട് ഡൗൺ ദീസ് വേർഡ്സ്. Probabilistic prediction of seismic activity based on historical records. I'll repeat it once again for your benefit. Probabilistic prediction of seismic activity based on historical records. ഇതാണ് സീസ്മിക് ആക്ടിവിറ്റി, സീസ്മിക് സോണേഷൻ മാപ്പ് ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. എങ്ങനെയാണ് സീസ്മിക് സോണേഷൻ മാപ്പ് ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചാൽ ബേസ്ഡ് ഓൺ പ്രോബബിലിറ്റിക് പ്രഡിക്ഷൻ ഓഫ് സീസ്മിക് ആക്ടിവിറ്റി ബേസ്ഡ് ഓൺ സം ഹിസ്റ്റോറിക്കൽ ഡാറ്റ. നമുക്ക് ഹിസ്റ്ററി ഉണ്ട്, ഓൾറെഡി ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള പഴയ എർത്ത് ക്വേക്സിന്റെ ഒക്കെ ഹിസ്റ്ററി ഉണ്ട്. അത് എന്ത് റേറ്റിംഗ് ഉള്ള എർത്ത് ക്വേക്ക് ആയിരുന്നു, എന്ത് മാഗ്നിറ്റ്യൂഡ് ഉള്ള എർത്ത് ക്വേക്ക് ആയിരുന്നു, എവിടെയായിരുന്നു അതിന്റെ പ്രഭവ കേന്ദ്രം, എപ്പി സെന്റർ എവിടെയായിരുന്നു. വി ഹാവ് ഗോട്ട് സോ മച്ച് ഡാറ്റ അവൈലബിൾ. ആ ഡാറ്റയൊക്കെ ബേസ് ചെയ്ത് ഉണ്ടാവാനുള്ള സാധ്യത എത്രയാണെന്ന് കണ്ടുകൊണ്ട് അങ്ങനെയാണ് സീസ്മിക് സോണേഷൻ മാപ്പിംഗ് ഉണ്ടാക്കിയിരിക്കുന്നത്. സോ ഫോർ ഈച്ച് ന്യൂ എർത്ത് ക്വേക്ക് ദാറ്റ് ഹാപ്പൻസ്, ഉണ്ടാകുന്ന ഓരോ പുതിയ എർത്ത് ക്വേക്കിനനുസരിച്ച് ദിസ് വിൽ ഗെറ്റ് അപ്ഡേറ്റഡ്. ഇത് പിന്നെയും അപ്ഡേറ്റ് ചെയ്യേണ്ട ആവശ്യങ്ങൾ വരും. സാധാരണഗതിയിൽ അത് ഒരു പ്രഡിക്ഷൻ മാപ്പിംഗ് ആണ്. പ്രഡിക്റ്റ് ചെയ്യുന്ന അതേ രീതിയിലാണ് എർത്ത് ക്വേക്ക് ഉണ്ടാകുന്നുണ്ടെങ്കിൽ മാപ്പിൽ ചേഞ്ച് ഒന്നും വരില്ല. ബട്ട് പ്രഡിക്ഷനിൽ നിന്ന് വ്യത്യാസമായിട്ട് എർത്ത് ക്വേക്കുകൾ ഉണ്ടായി കഴിഞ്ഞാൽ ഒബ്വിയസ്ലി അവരുടെ മാപ്പിങ്ങിലും വ്യത്യാസം വരും. അപ്പൊ ആ രീതിയിൽ പല സീസ്മിക് ആക്ടിവിറ്റീസിന്റെ ബേസിസിൽ ദേ ഹാഡ് ടു റീഡ്രോ, ദേ ഹാവ് ടു റീകൺഫേം. അതനുസരിച്ച് പിന്നീട് മാറ്റിയപ്പോൾ സോൺ 1 അതായത് എർത്ത് ക്വേക്ക് ചാൻസ് ഇല്ല എന്ന് പറയുന്ന സോൺ 1 ഇന്ത്യയിൽ ഒരു സ്ഥലവും ഇല്ലാതായി. സോൺ 2 മുതൽ 5 വരെയുള്ള സോൺസിലേക്ക് മാറി ഇന്ത്യയിലുള്ള എല്ലാ സ്ഥലങ്ങളും. കേരളം ഒറിജിനലി സോൺ 1 ഇരുന്നത് ഇപ്പൊ സോൺ 3 ഉള്ളത്. ഓക്കെ, അപ്പൊ സീസ്മിക് സോണേഷൻ മാപ്പിംഗ് എന്ന് പറയുന്നത് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിനെ സോൺ 1 മുതൽ സോൺ 5 വരെയുള്ള വേരിയസ് സോണുകളായിട്ട് ബേസ്ഡ് ഓൺ സീസ്മിക് ആക്ടിവിറ്റി പ്രോബബിലിറ്റി, എത്രമാത്രം സീസ്മിക് ആക്ടിവിറ്റി ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്നുള്ളതനുസരിച്ച് സോൺ 1 ബീങ് ദ ലീസ്റ്റ് പ്രോബബിൾ, അതായത് ഒന്നും ഉണ്ടാവാൻ സാധ്യതയില്ല എന്ന് പറയുന്ന സോൺ 1. സോൺ 5 ബീങ് ദ ഹയസ്റ്റ് റിസ്ക്, ഏറ്റവും കൂടുതൽ ഉണ്ടാവാൻ സാധ്യത ഹിമാലയൻ റീജിയനിലൊക്കെ വരുന്നത് സോൺ 5 അപ്പൊ ഇത് സീസ്മിക് സോൺസ് ഓഫ് ഇന്ത്യ, വെരി വെരി ഇമ്പോർട്ടന്റ്. ഇന്റീരിയർ ഓഫ് ദി എർത്ത് ആസ് റിവീൽഡ് ബൈ പ്രൊപ്പഗേഷൻ ഓഫ് സീസ്മിക് വേവ്സ്. ഒരു സീസ്മിക് വേവ്സ് വരുമ്പോഴത്തേക്ക് എങ്ങനെയാണ് നമുക്ക് ഇന്റീരിയർ ഓഫ് ദി എർത്തിന്റെ ഇന്റേണൽ സ്ട്രക്ചറിനെ പറ്റി നമുക്ക് എങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്നുള്ളത്. അപ്പൊ അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പൊ അതിനോട് ബന്ധപ്പെട്ട് ആദ്യം നമ്മുടെ സ്ട്രക്ചർ എന്താണെന്നുള്ളതും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണം. ക്രസ്റ്റ്, മാന്റിൽ, കോർ, ഇതിന്റെ ഇടയിലുള്ള ഡിസ്കണ്ടിന്യൂറ്റീസിനെ പറ്റി, കോർ, മാന്റിൽ എന്ന് പറയുന്ന ഒരു ഫ്ലൂയിഡ് മീഡിയത്തിന് മുകളിൽ ക്രസ്റ്റ് കിടക്കുന്നതായിട്ടൊക്കെ. അപ്പൊ ആ ഒരു കൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്ത് നമുക്ക് സീസ്മിക് വേവ്സ് ഉപയോഗിച്ച് എങ്ങനെയാണ് അത് മനസ്സിലാക്കുന്നത് എന്ന് അത് ക്ലിയർ ആയി എക്സ്പ്ലെയിൻ ചെയ്യണം. അത് പരീക്ഷയ്ക്ക് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചു കാണാനുള്ള ഒരു ചോദ്യമാണ്. ചോദ്യം 2, 1 സീസ്മിക് സോൺസ്, 2 ഇന്റീരിയർ ഓഫ് ദി എർത്ത് ആസ് റിവീൽഡ് ബൈ പ്രൊപ്പഗേഷൻ ഓഫ് സീസ്മിക് വേവ്സ്. ഇതിനോട് ചേർത്ത് 2 ചോദ്യങ്ങൾ കൂടെ നമ്മുടെ സെക്കൻഡ് മോഡ്യൂളിൽ നിന്ന് പറയാനുണ്ട്. ഒന്ന്, സീസ്മിക് വേവ്സിനെ പറ്റി ജനറൽ ആയിട്ട്
സാധാരണ പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ള ചോദ്യമാണ്. സീസ്മിക് വേവ്സിനെ പറ്റി ജനറൽ ആയിട്ട് വാട്ട് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സീസ്മിക് വേവ്സ്. സീസ്മിക് വേവ്സ് ബ്രോഡ്ലി നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് ബോഡി വേവ്സ് എന്നും ഒന്ന് സർഫസ് വേവ്സ് എന്നും പറയും. ബോഡി വേവ്സ് എന്ന് പറയുന്ന അതിന്റെ ആക്ച്വൽ ഒറിജിൻ പോയിന്റിൽ നിന്ന്, ഫോക്കസ് എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്ത് സർഫസിലേക്ക് വരുന്ന വേവ്സിനെയാണ് ബോഡി വേവ്സ് എന്ന് പറയുന്നത്. ഭൂമിയുടെ അകത്ത് ഇൻസൈഡ് ദി എർത്ത് ഉണ്ടാവുന്ന വേവ്സ് ആണ്. രണ്ട് തരത്തിലുണ്ട്, പി വേവ് എന്നും എസ് വേവ് എന്നും പറഞ്ഞു. അത് തമ്മിലൊരു കമ്പാരിസൺ ആയിട്ടൊക്കെ തന്നെ പഠിക്കേണ്ട ആവശ്യകതയുണ്ട്. സെക്കൻഡ് കാറ്റഗറി സർഫസ് വേവ്സ് എന്ന് പറഞ്ഞ് എൽ വേവ് ആൻഡ് റേലേ വേവ് എന്ന് പറഞ്ഞ രണ്ട് ടൈപ്പ് വേവ്സ് ഉണ്ട് സർഫസ് വേവ്സിൽ. അഗൈൻ ഈ സർഫസ് വേവ്സ് ആണ് ഭൂമിയിലുള്ള സ്ട്രക്ചേഴ്സിന് ഏറ്റവും കൂടുതൽ ഡിസ്ട്രക്ഷൻ ഉണ്ടാക്കുന്നത്. ഇത് രണ്ടും ഈ ബോഡി വേവ്സിനെ പറ്റിയും സർഫസ് വേവ്സിനെ പറ്റിയും സീസ്മിക് വേവ്സ് ഇൻ ജനറൽ പഠിക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇതിനോട് ചേർത്ത് ഒരു കാര്യം കൂടെ ഉണ്ട്, നമ്മളുടെ ബേസ് തിയറി ഫോർ ഓൾ ദിസ്, ദ തിയറി ഓഫ് പ്ലേറ്റ് ടെക്ടോണിക്സ്. തിയറി ഓഫ് പ്ലേറ്റ് ടെക്ടോണിക്സ്, അതായത് നമ്മുടെ മാൻഡിലിന് മുകളിൽ ഒഴുകി നടക്കുന്ന ക്രസ്റ്റിന്റെ പാർട്ടുകൾ, ആ പാർട്ടുകൾ തമ്മിലുള്ള പ്ലേറ്റ് ബൗണ്ടറീസ് പലതരത്തില് 3 തരത്തിലുള്ള ബൗണ്ടറീസ് ഉണ്ട്, കൺവെർജന്റ്, ഡൈവർജന്റ്, ട്രാൻസ്ഫോം. ആ ബൗണ്ടറീസിന്റെ ഇന്ററാക്ഷൻ അത് മൂലം ഉണ്ടാവുന്ന എർത്ത് ആ ഒരു തിയറി ഓഫ് പ്ലേറ്റ് ടെക്ടോണിക്സ് ഓൾസോ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. സോ സെക്കൻഡ് മൊഡ്യൂളിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 4 ചോദ്യങ്ങൾ: ഒന്ന് സിസ്മിക് സോൺസ് ഓഫ് ഇന്ത്യ, 2 ഇന്റീരിയർ ഓഫ് ദി എർത്ത് ആസ് റിവീൽഡ് ബൈ ദ പ്രൊപ്പഗേഷൻ ഓഫ് സീസ്മിക് വേവ്സ്, 3 ഡിസ്കഷൻ അബൌട്ട് സീസ്മിക് വേവ്സ്. സീസ്മിക് വേവ്സിനെ പറ്റി, ബോഡി വേവ്സിനെ, സർഫസ് വേവ്സിനെ പറ്റി. അതിൽ തന്നെ സാധാരണ കൂടുതൽ ചോദിക്കാറ് ബോഡി വേവ്സിനകത്തുള്ള പി ആൻഡ് എസ് വേവ്സിനെ തമ്മിൽ കമ്പയർ ചെയ്യാൻ ചോദിക്കാം, അല്ലെങ്കിൽ ഹൗ ആർ സർഫസ് വേവ്സ് മോർ ഡേഞ്ചറസ് എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ ചോദിക്കാം. കുറച്ചുകൂടെ സ്പെസിഫിക് ആയ ഒരു ചോദ്യം ചോദിക്കണമെങ്കിൽ ഹൗ ടു ലൊക്കേറ്റ് ദ എപ്പി സെന്റർ എന്നൊക്കെ വേണമെങ്കിൽ ചോദിക്കാം. പക്ഷെ അങ്ങനെ നമുക്ക് ഡീറ്റെയിൽ പഠനം കുറച്ച് ലേറ്റ്, കുറച്ചുകൂടെ ബാക്കിയെല്ലാം ബേസിക് പഠിച്ചതിന് ശേഷം മതി. ഈ 4 ചോദ്യങ്ങൾ, 4ാമത്തെ ചോദ്യം തിയറി ഓഫ് പ്ലേറ്റ് ടെക്ടോണിക്സ്, ഈ 4 ചോദ്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ. സെക്കൻഡറി ആയിട്ട്, ഇത് പ്രൈമറി, ഇത് വിടാതെ പഠിക്കണം, ഈ 4 ചോദ്യങ്ങൾ വിടാതെ പഠിക്കണം. സെക്കൻഡറി ആയിട്ട് പറയാനുള്ളത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഇന്റൻസിറ്റി, 2 ways to measure an earthquake. ഒരു എർത്ത് എങ്ങനെ മെഷർ ചെയ്യാം, മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഇന്റൻസിറ്റി. മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് എന്താണ്? റിക്ടർ സ്കെയിൽ എന്ന് പറയുന്ന സ്കെയിൽ ഉപയോഗിച്ചിട്ട് മെഷർ ചെയ്യുന്നത്. ലോഗരിതം ഓഫ് ആംപ്ലിറ്റ്യൂഡ് ആണ്, അതൊരു മെഷറബിൾ ക്വാണ്ടിറ്റി ആണ്. ഇന്റൻസിറ്റി എന്ന് പറയുന്നത് ഹൗ വി ഫീൽ, നമ്മൾക്ക് എങ്ങനെയാണ് അതിനെ ഫീൽ ചെയ്യാൻ പറ്റുന്നത്. അതിന് മെർസലി സ്കെയിൽ എന്ന് പറയുന്ന നമുക്കൊരു സ്കെയിലുണ്ട്. പല നമുക്ക് കാണുന്നത് എങ്ങനെ, അല്ലെങ്കിൽ അവിടെ ഉണ്ടായ എഫക്റ്റ് എന്താണ് എന്നുള്ള ബേസിസിലാണ് പല ക്ലാസ്സിലേക്ക് നമുക്ക് എർത്ത് സോർട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്, ഇന്റൻസിറ്റിയുടെ ബേസിസിൽ. ഇത് രണ്ടും അഗൈൻ സെക്കൻഡറി ആയിട്ട് പഠിച്ചിരിക്കാവുന്ന ഹൗ ടു മെഷർ ആൻ എർത്ത് മെഷർമെന്റ് ഓഫ് ആൻ എർത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഇന്റൻസിറ്റി. ഇത്തരം കാര്യങ്ങളാണ് സെക്കൻഡ് മൊഡ്യൂളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. അഗൈൻ ഐ റിപ്പീറ്റ്, ദിസ് ഇസ് നോട്ട് ആൻ എക്സോസ്റ്റീവ് ലിസ്റ്റ്. എൻറ്റയർ കാര്യങ്ങളല്ല ഞാൻ ഡിസ്കസ് ചെയ്ത് പോകുന്നത്. പഠിക്കാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ്, ഇത് പഠിക്കാതെ പോകരുത് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. സെക്കൻഡ് മൊഡ്യൂളിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എഴുതിയെടുക്കാൻ പറ്റിയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. മൂവിങ് ഓൺ ടു ദ തേർഡ് മൊഡ്യൂൾ. തേർഡ് മൊഡ്യൂള് ഹൈഡ്രോ ജിയോളജി എന്ന് പറഞ്ഞ ടോപ്പിക്കാണ് തേർഡ് മൊഡ്യൂളിലുള്ളത്. ഹൈഡ്രോ ജിയോളജി എന്ന് പറയുന്നത് നമ്മുടെ ഭൂമിയുടെ ഉപരിതലത്തിന് താഴെ കാണപ്പെടുന്ന വെള്ളം, അതിന്റെ ഇൻഫ്ലുവൻസ് എന്താണ്, അതെങ്ങനെയാണ് അവിടെ വരുന്നത്, ആ വെള്ളം കൊണ്ട് എന്തൊക്കെ കാര്യങ്ങളുണ്ട്, ഇതൊക്കെയാണ് ഹൈഡ്രോ ജിയോളജി എന്ന് പറയുന്ന തേർഡ് മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്യുന്നത്. എലാബറേറ്റ് ആയിട്ടുള്ള ഒരു മൊഡ്യൂളാണ്. ഒരുപാട് കാര്യങ്ങൾ ആ മൊഡ്യൂളിലുണ്ട്. അതിലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വിടാതെ പഠിക്കേണ്ട ചോദ്യങ്ങൾ. ഓക്കെ, മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ദാറ്റ് യു ഷുഡ് നോട്ട് സ്കിപ്പ് ഫ്രം മൊഡ്യൂൾ 3. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ്, വെർട്ടിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഗ്രൗണ്ട് വാട്ടർ. നമ്മളുടെ ഒരു സർഫസിൽ നിന്ന് താഴേക്കുള്ള ഒരു ഇത് നോക്കിയാൽ എവിടെയാണ് വെള്ളമുള്ളത്, എങ്ങനെയാണ് വെള്ളമുള്ളത് എന്നൊക്കെ പറയുന്ന വെർട്ടിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഗ്രൗണ്ട് വാട്ടർ എന്ന് പറയുന്ന ഒരു ടോപ്പിക് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഇപ്പം പരീക്ഷയ്ക്ക് ഫിഗർ സാധാരണ എക്സ്പെക്ട് ചെയ്യുന്ന
ഒരു ടോപ്പിക്കാണ് വെർട്ടിക്കൽ ഡിസ്ട്രിബ്യൂഷൻ. വെർട്ടിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഗ്രൗണ്ട് വാട്ടർ എങ്ങനെയാണ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദേ ആർ എക്സ്പെക്ടിങ് യു ടു ഡ്രോ എ ഫിഗർ. നിങ്ങൾ ഒരു ഫിഗർ വരച്ച് തന്നെ അതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്യും എന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്. ട്രൈ ടു ഷോ എ ഫിഗർ. നിങ്ങൾക്ക് എൻ്റെ സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് പറയണം. എൻ്റെ സ്ക്രീൻ കാണാൻ പറ്റുമ്പോൾ ഒന്ന് പറയണേ. കാണാൻ പറ്റുന്നുണ്ടോ? സാർ കാണാം. ഓക്കെ. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ്, റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്. വെർട്ടിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഗ്രൗണ്ട് വാട്ടർ. നമ്മളുടെ സർഫസിൽ നിന്ന് താഴേക്ക് പോകുമ്പോൾ എങ്ങനെയാണ് വെള്ളം കാണപ്പെടുക? അപ്പൊ ഈ ചോദ്യം ആൻസർ ചെയ്യുമ്പോൾ നമ്മൾക്ക് ഇതിനോട് ബന്ധപ്പെട്ട് നമ്മൾ ഈ ഫിഗറിൽ നമ്മൾ വരയ്ക്കുന്ന അതിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടെക്നിക്കൽ ടേംസും എക്സ്പ്ലെയിൻ ചെയ്യാൻ കൂടെ നമ്മൾ പഠിച്ചിരിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് സർഫസ് സോയിൽ ഉണ്ട്. സർഫസിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ ഒരു അക്വിറ്റാഡ് എന്ന് പറയുന്ന ലെയർ ഉണ്ട്. അക്വിറ്റാഡ് എന്ന് പറഞ്ഞാൽ ചെറിയ രീതിയിൽ പെർമിബിലിറ്റി, സഫീഷ്യന്റ് പെർമിബിലിറ്റി, അക്വിഫർ ആകാനും മാത്രം പെർമിബിലിറ്റി ഇല്ല, എന്നാൽ ചെറിയ രീതിയിൽ പെർമിബിലിറ്റി ഉള്ള ലെയർ ആണ്. ഒരു സർഫസിൽ ഒരു സൈഡിൽ മാത്രം ഒരു കൺഫൈൻമെന്റ്, മറ്റേ സൈഡ് ഓപ്പൺ ആയിട്ടുള്ള ടൈപ്പ് ഓഫ് അക്വിഫർ ഇസ് കോൾഡ് അൺകൺഫൈൻഡ് അക്വിഫർ. അൺകൺഫൈൻഡ് അക്വിഫറിന്റെ ഒരു സ്പെഷ്യൽ ടൈപ്പ് ഇസ് കോൾഡ് പെർച്ച്ഡ് അക്വിഫർ, വേറെ ദർ ഇസ് എ ലിമിറ്റഡ് സപ്ലൈ ഓഫ് വാട്ടർ. കുറച്ച് മാത്രം വെള്ളമുള്ളൂ, ഗ്രൗണ്ട് വാട്ടർ ടേബിളുമായിട്ട് ഡയറക്റ്റ് കണക്ഷൻ ഒന്നും ഇല്ല, പെട്ടെന്ന് ഡ്രൈ ആയി പോകാൻ സാധ്യതയുള്ള അങ്ങനത്തെ അക്വിഫറിനെ പെർച്ച്ഡ് അക്വിഫർ എന്ന് വിളിക്കും. രണ്ട് സൈഡിലും ബോത്ത് ടോപ്പ് ആൻഡ് ബോട്ടം ഒരു ഇംപെർമിയബിൾ സ്ട്രാറ്റ വെച്ച് ബ്ലോക്ക് ചെയ്തിരിക്കുകയാണെങ്കിൽ അത്തരത്തിൽ അക്വിഫറിനെ വിളിക്കുക കൺഫൈൻഡ് അല്ലെങ്കിൽ ആർട്ടീഷ്യൻ അക്വിഫർ എന്ന. ആർട്ടീഷ്യൻ പ്രഷറിലാണ് അവിടെയുള്ള വെള്ളം, അതുകൊണ്ടാണ് ആർട്ടീഷ്യൻ അക്വിഫർ അല്ലെങ്കിൽ കൺഫൈൻഡ് അക്വിഫർ, ബിക്കോസ് ഇറ്റ് ഈസ് കൺഫൈൻഡ് ഓൺ ബോത്ത് ടോപ്പ് ആൻഡ് ബോട്ടം സർഫസ്. ആ രീതിയിൽ വിളിക്കുക. ഈ കൺഫൈനിങ് ബെഡ് സാധാരണ അക്വിക്ലൂഡ് അല്ലെങ്കിൽ അക്വിഫ്യൂജ് ആയിരിക്കും. അക്വിക്ലൂഡ് എന്ന് പറഞ്ഞാൽ ഹോൾഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്, പക്ഷേ ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല. അക്വിഫ്യൂജ് എന്ന് പറഞ്ഞാൽ ഹോൾഡ് ചെയ്യാൻ, വെള്ളത്തിനെ ഹോൾഡ് ചെയ്യാനും ട്രാൻസ്മിറ്റ് ചെയ്യാനും കഴിവില്ല. അപ്പൊ ഇങ്ങനെ 3-4 ഡിഫറെന്റ് ടേംസ് ഉണ്ട്. ഈ ടേംസ് ഡിഫൈൻ ചെയ്യുകയും അതിനൊപ്പം ഒരു പിക്ചർ ഉപയോഗിച്ച് ഇതിനെ കാണിക്കുകയും വേണം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ് വെർട്ടിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഗ്രൗണ്ട് വാട്ടർ. ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. കമ്മിങ് ബാക്ക് ടു ദ സിലബസ്. ഇപ്പം തേർഡ് മൊഡ്യൂളിലെ ഫസ്റ്റ് ഏറ്റവും ആദ്യം പഠിക്കേണ്ട ചോദ്യം വെർട്ടിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഗ്രൗണ്ട് വാട്ടർ. അപ്പൊ വെർട്ടിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഗ്രൗണ്ട് വാട്ടർ പഠിക്കുന്ന കൂട്ടത്തിൽ നിങ്ങൾ ഈ ടേംസ് കൂടെ പഠിച്ചു പോകും ഓട്ടോമാറ്റിക്കലി, കാരണം അതും കൂടെ ആൻസറിന്റെ പാർട്ടാണ്. രണ്ടാമത് പഠിക്കേണ്ട ഇതെന്ന് പറയുന്നത് പെർമിയബിലിറ്റിയെ പറ്റിയാണ്. പെർമിയബിലിറ്റിയെ പറ്റി പഠിക്കുമ്പോൾ ഡാർസീസ് ലോ എന്നൊരു ആളെ പറ്റി പഠിക്കണം. ഡാർസീസ് ലോ പറയുന്നത് വെലോസിറ്റി ഓഫ് ഫ്ലോ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ഹെഡ് causing flow and inversely proportional to the length of flow. അഥവാ V proportional to H by L അഥവാ hydraulic gradient V is equal to K into I, where K is what we call coefficient of permeability or simply permeability. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ജിയോളജിക്ക് ചോദിക്കാൻ ഒരുപാട് സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ടല്ല. ജിയോളജിക്ക് ചിലപ്പോൾ ചോദിക്കാം, പക്ഷെ ജിയോളജിക്ക് ചോദിക്കാം എന്നുള്ളത് മാത്രമല്ല, ജിയോടെക്കിനും ഇതേ ടോപ്പിക്ക് പഠിക്കാനുണ്ട് എന്നുള്ള കൺസെപ്റ്റിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട്, കാരണം രണ്ടിനും ഉപകാരപ്പെടും. ഇപ്പൊ പഠിച്ചാൽ രണ്ടിനും, അതിനുവേണ്ടി എന്തായാലും പഠിക്കണം. അപ്പൊ ഇപ്പൊ തന്നെ പഠിച്ചിരുന്നാൽ രണ്ടിലും ചോദിച്ചാൽ എഴുതാമല്ലോ. ആ രീതിയിൽ ഡാർസീസ് ലോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഞാൻ വെരി ഇമ്പോർട്ടൻ്റ് കൂടെ തന്നെ ചേർക്കും. 2 ഗുണം ഉള്ളത് കൊണ്ടാണ് അവിടെ ചേർത്തിരിക്കുന്നത്. ഡാർസീസ് ലോ V ഈക്വൽ ടു കെ ഐ എന്നുള്ളതാണ് അതിന്റെ ഇക്വേഷൻ. അതിൽ കെ എന്ന് പറയുന്നതാണ് പെർമിയബിലിറ്റി. കെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടി ചോദിച്ചാൽ കെ ഒരു സൈഡ് നിർത്തിക്കൊണ്ട് ബാക്കി എല്ലാം ഒരു സൈഡിലേക്ക് കൊണ്ടുപോകാം. കെ ഈക്വൽ ടു V by I. അപ്പൊ I 1 ആകുമ്പോഴത്തെ V ആണ് കെ. I എന്ന് പറയുന്നത് ഹൈഡ്രോളിക് ഗ്രേഡിയന്റ്. ഹൈഡ്രോളിക് ഗ്രേഡിയന്റ് 1 ആകുമ്പോൾ ഉള്ള V എന്ന് പറയുന്ന വെലോസിറ്റി. സോ പെർമിയബിലിറ്റി ഇസ് ദ വെലോസിറ്റി ഓഫ് ഫ്ലോ അണ്ടർ യൂണിറ്റ് ഹൈഡ്രോളിക് ഗ്രേഡിയന്റ്. അങ്ങനെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. പെർമിയബിലിറ്റി ഇസ് ഡിഫൈൻഡ് ആസ് ദ വെലോസിറ്റി ഓഫ് ഫ്ലോ അണ്ടർ യൂണിറ്റ് ഹൈഡ്രോളിക് ഗ്രേഡിയന്റ്. I 1 ആകുമ്പോഴുള്ള വിയുടെ വാല്യൂവിനെയാണ് നമ്മൾ കെ എന്ന് വിളിക്കുന്നത്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതിനോടൊപ്പം തന്നെ പെർമിയബിലിറ്റിയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അതിന്റെ പാരാമീറ്റേഴ്സ്, പെർമിയബിലിറ്റിയെ ഡിഫൈൻ ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ
പെർമിബിലിറ്റി ഈസ് ഡിപ്പെൻഡന്റ് ഓൺ മെനി ഫാക്ടേഴ്സ്, ബട്ട് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഓഫ് ദം, അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങൾ, ഒന്ന് പോറോസിറ്റി. നമ്മൾ റോക്ക് ആയതുകൊണ്ടാണ് പോറോസിറ്റി എന്നൊരു ടേം ഉപയോഗിച്ച്, സോയിൽ ആയിരുന്നെങ്കിൽ വോയിഡ് റേഷ്യോ എന്ന് പറഞ്ഞ ടേം ഉപയോഗിച്ചതിന്. രണ്ട് ടേംസും ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗിൽ നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള ടേംസ് ആണ്. പോറോസിറ്റി ബേസിക്കലി ഈസ് ദ റേഷ്യോ ഓഫ് വോളിയം ഓഫ് വോയിഡ്സ് ടു ടോട്ടൽ വോളിയം. നമ്മുടെ ടോട്ടൽ വോളിയത്തിന്റെ എത്ര ശതമാനം വോയിഡ്സ് ഉണ്ട് എന്ന് പറയുന്ന ഒരു റേഷ്യോ ആണ് പോറോസിറ്റി. പോറോസിറ്റി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ സാധാരണ പോറോസിറ്റി ടേംസ് റോക്കിലാണ് നമ്മൾ റോക്ക് സ്ട്രാറ്റയില് പോറോസിറ്റി എന്ന് പറയുക. സോയിൽ ആയിരുന്നെങ്കിൽ വോയിഡ് റേഷ്യോ എന്ന് പറഞ്ഞാൽ, ബട്ട് സ്റ്റിൽ ബോത്ത് ആർ എ ഡിനോമിനേഷൻ ഓർ ബോത്ത് ഷോ ദ എമൗണ്ട് ഓഫ് വോയിഡ്സ് പ്രസന്റ്. എത്രമാത്രം വോയിഡ് ഉണ്ട് എന്ന് പറയുന്ന പാരാമീറ്റർ ആണ്. സോ പോറോസിറ്റി ആസ് വെൽ ആസ് ദ ഇന്റർ കണക്ടിവിറ്റി ഓഫ് വോയിഡ്സ്, എത്രമാത്രം വോയിഡ്സ് തമ്മിൽ കണക്ഷൻ ഉണ്ട് എന്ന് പറയുന്ന ഒരു കാര്യം. സോ ബോത്ത് പോറോസിറ്റി ആസ് വെൽ ആസ് ഇന്റർ കണക്ടിവിറ്റി ഓഫ് വോയിഡ്സ് രണ്ടും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അത് സാധാരണ എസ്എ ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ്. പോറോസിറ്റി ആസ് വെൽ ആസ് ഇന്റർ കണക്ടിവിറ്റി ഓഫ് വോയിഡ്സിന്റെ importance in permeability. How is permeability dependent upon porosity and or as well as interconnectivity of voids? Again, I would like to share another screen. I hope my screen is visible. സോ പെർമിബിലിറ്റി ഓഫ് റോക്സിനെ പറ്റിയാണ് പറയുന്നത്. രണ്ട് രീതിയിലാണ്. പോറോസിറ്റി എന്ന് പറയുന്നത് വോയിഡ് സ്പേസ് എത്രമാത്രം ഉണ്ട്, ടോട്ടൽ വോളിയത്തിന്റെ എത്ര പെർസെന്റേജ് ആണ് വോയിഡ് വോളിയം എന്ന് പറയുന്ന ഒരു പാരാമീറ്റർ പോറോസിറ്റി. പോറോസിറ്റി വളരെ കുറവാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോയിഡ് വോളിയം വളരെ കുറവാണെന്ന് അർത്ഥം. വോയിഡ് സ്പേസിലാണ് വെള്ളം ഉണ്ടാകുക. വാട്ടർ ക്യാൻ പാസ് ത്രൂ ഓൺലി ദ വോയിഡ് സ്പേസസ്. സോ ഇഫ് ദ വാല്യൂ ഓഫ് പോറോസിറ്റി ഈസ് വെരി ലോ, ഇറ്റ് മീൻസ് ദാറ്റ് ദർ ഇസ് വെരി ലിറ്റിൽ വോയിഡ് സ്പേസ് അവൈലബിൾ. വോയിഡ് സ്പേസ് വളരെ കുറവാണെങ്കിൽ ഇമ്മീഡിയറ്റ്ലി അതിന്റെ അർത്ഥം നമുക്ക് വെള്ളത്തിന് പോകാൻ, വെള്ളത്തിന് ഉൾക്കൊള്ളാനുള്ള സ്പേസ് വളരെ കുറവാണെന്നുള്ളതാണ്. സോ ഹൈ പോറോസിറ്റി മീൻസ് ഹയർ പോസിബിലിറ്റി ഓഫ് പെർമിബിലിറ്റി. ഹൈ പോറോസിറ്റി ഉണ്ടായതുകൊണ്ട് മാത്രം പെർമിബിലിറ്റി ഉണ്ടാവണമെന്നില്ല. അതിനുവേണ്ടി ഇന്റർ കണക്റ്റഡ് നെറ്റ്വർക്ക് ഓഫ് പോർ സ്പേസസ് കൂടെ വേണം. പോർ സ്പേസുകൾ ഒരുപാട് ഉണ്ടായിട്ട് മാത്രം കാര്യമില്ല, അത് തമ്മിൽ കണക്ടിവിറ്റി ഉണ്ടാവണം. എന്നാൽ മാത്രമേ വെള്ളത്തിന് ഒഴുകാൻ വേണ്ടി പറ്റുള്ളൂ. ഐ ഹോപ്പ് യു ക്യാൻ സീ ദിസ് ഫിഗർ where the left end there is no porosity at all, meaning there is no possibility of permeability. നമുക്ക് വെള്ളത്തിന് ഒഴുകാൻ പറ്റില്ല. The center portion where there is some amount of porosity, ആവശ്യത്തിന് കുറച്ചൊക്കെ പോറോസിറ്റി ഉണ്ട്, മീനിങ് വോയിഡ് സ്പേസസ് ഉണ്ട്. പക്ഷേ ഈ വോയിഡ് സ്പേസുകൾ തമ്മിൽ കണക്ഷൻ ഇല്ല. ദർ ഇസ് നോ ഇന്റർ കണക്ടിവിറ്റി ബിറ്റ്വീൻ വോയിഡ് സ്പേസസ്, മീനിങ് ദ വാട്ടർ കനോട്ട് ഫ്ലോ ഈസിലി. അതിനകത്തൂടെ വെള്ളത്തിന് ഒഴുകാൻ വേണ്ടി പറ്റില്ല. അവിടെയും നമുക്ക് പെർമിബിലിറ്റി വളരെ കുറവായിരിക്കും. വൈൽ യു ലുക്ക് അറ്റ് ദ പോർഷൻ അറ്റ് ദ റൈറ്റ് എൻഡിലുള്ള പോർഷൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അവിടെ പോറോസിറ്റിയും ഉണ്ട്, ഒപ്പം കണക്ടിവിറ്റി ഓഫ് വോയിഡ്സും ഉണ്ട്. നമുക്ക് വോയിഡ് സ്പേസസ് ഉണ്ടെന്ന് മാത്രമല്ല, വോയിഡ് സ്പേസസ് തമ്മിൽ കണക്റ്റഡ് ആണ്. അവിടെ കൂടെ വെള്ളത്തിന്റെ ഒഴുക്കിന് നല്ല സാധ്യതകളുണ്ട്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. പെർമിബിലിറ്റി, പോറോസിറ്റി, അത് നമ്മൾ ഡാർസിസ് ലോ ഒക്കെ പറഞ്ഞ കൂട്ടത്തിൽ അതിന്റെ രണ്ട് പാരാമീറ്റേഴ്സ്, ബോത്ത് പോറോസിറ്റി ആസ് വെൽ ആസ് ദ ഇന്റർ കണക്ടിവിറ്റി ഓഫ് വോയിഡ്സ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ഇതിനോട് ചേർത്ത് രണ്ട് ചോദ്യങ്ങൾ കൂടെ തേർഡ് മോഡ്യൂളിൽ നിന്നുണ്ട്. സോ ഫസ്റ്റ് ചോദ്യം പറഞ്ഞത് വെർട്ടിക്കൽ ഡിസ്ട്രിബ്യൂഷൻ, സെക്കൻഡ് ചോദ്യം പറഞ്ഞത് ഡാർസിസ് ലോ, തേർഡ് ചോദ്യം പറയുന്നത് മെത്തേഡ്സ് ടു കൺട്രോൾ ഗ്രൗണ്ട് വാട്ടർ പ്രോബ്ലംസ്. നമ്മുടെ സിവിൽ എഞ്ചിനീയറിംഗ് സ്ട്രക്ചേഴ്സിൽ ഗ്രൗണ്ട് വാട്ടർ കൊണ്ടുണ്ടാകുന്ന പ്രോബ്ലം, നോട്ട് മെത്തേഡ്സ് സെക്കൻഡറി ആയിട്ട് പിടിച്ചാൽ മതി. ആദ്യം പ്രോബ്ലംസ് ക്രിയേറ്റഡ് ബൈ ഗ്രൗണ്ട് വാട്ടർ ടു സിവിൽ എഞ്ചിനീയറിംഗ് സ്ട്രക്ചേഴ്സ്. ഓരോ സ്ട്രക്ചറിനും എന്ത് പ്രോബ്ലം ആണ് ഉണ്ടാവുന്നത്. ഫോർ എക്സാമ്പിൾ ഫൗണ്ടേഷൻ ആണെങ്കിൽ ഗ്രൗണ്ട് വാട്ടർ അവിടെ വന്നാൽ എന്താ പ്രശ്നം, നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റില്ല. ആദ്യം ഗ്രൗണ്ട് വാട്ടറിനെ മാറ്റിയാലേ കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു റോഡ് ആണെങ്കിൽ, ഒരു ടണൽ ആണെങ്കിൽ, ഒരു ഡാം ആണെങ്കിൽ, ഇതൊക്കെ ഗ്രൗണ്ട് വാട്ടർ ഈ സ്ട്രക്ചേഴ്സിലൊക്കെ പോസ് ചെയ്യുന്ന പ്രോബ്ലം എന്താ? വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ചോദ്യമാണ്. പ്രോബ്ലംസ് ക്രിയേറ്റഡ് ബൈ ഗ്രൗണ്ട് വാട്ടർ ടു സിവിൽ എഞ്ചിനീയറിംഗ് സ്ട്രക്ചേഴ്സ്. അതാണ് മൂന്നാമത്തെ ചോദ്യം. നാലാമത്തെ നിർബന്ധമായും പഠിച്ചിരിക്കേണ്ട ചോദ്യം ഇലക്ട്രിക്കൽ റെസിസ്റ്റിവിറ്റി സർവേ. ഇലക്ട്രിക്കൽ റെസിസ്റ്റിവിറ്റി സർവേ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ചോദ്യമാണ്.
നാലാമത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ട ചോദ്യമാണ് ഇലക്ട്രിക്കൽ റെസിസ്റ്റിവിറ്റി സർവേ. ഇലക്ട്രിക്കൽ റെസിസ്റ്റിവിറ്റി സർവേ 2 രീതിയിൽ ചെയ്യാൻ വേണ്ടി പറ്റും. ഒന്ന് ഇലക്ട്രിക്കൽ പ്രൊഫൈലിംഗ്, ഒന്ന് ഇലക്ട്രിക്കൽ സൗണ്ടിങ്, ഇൻക്ലൂഡിങ് ഫിഗർ ഉൾപ്പെടെ പഠിച്ചിരിക്കണം. ഓക്കെ, അപ്പൊ ഈ 4 ചോദ്യങ്ങൾ ആണ് മൊഡ്യൂൾ 3 പ്രൈമറി ഇമ്പോർട്ടൻസ് ഒഴിവാക്കാതെ പഠിക്കേണ്ടത്, നിർബന്ധമായും പഠിച്ചിരിക്കേണ്ടത് ഈ 4 ചോദ്യങ്ങളാണ്. ഇത് കഴിഞ്ഞ് നിങ്ങൾക്ക് സമയമുള്ളതനുസരിച്ച് 2 ചോദ്യങ്ങളൂടെ പഠിക്കണം. ഒന്ന് മെത്തേഡ്സ് ടു കൺട്രോൾ ഗ്രൗണ്ട് വാട്ടർ പ്രോബ്ലംസ്. നമുക്ക് എങ്ങനെയാണ് വെള്ളം, ഓൾറെഡി നമ്മൾ നിർബന്ധമായി പഠിക്കേണ്ടതിനകത്ത് പ്രോബ്ലംസിനെ പറ്റി പറഞ്ഞു, അതിനെ എങ്ങനെ കൺട്രോൾ ചെയ്യാം എന്നുള്ളത് രണ്ടാമതായി സെക്കൻഡറി ആയിട്ട് പഠിക്കേണ്ട കാര്യങ്ങളാണ്. നമുക്ക് പല മെത്തേഡ്സ് ഉണ്ട്, ബാരിയർ ഉണ്ട്, ലൈനർ ഉണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞ് പല മെത്തേഡ്സ് ഉണ്ട്. അത് ലിസ്റ്റ് ഔട്ട് ചെയ്യാനും എന്തെങ്കിലും കുറച്ച് അതിന്റെ കണ്ടന്റ് എഴുതാനും ഒക്കെ ആയിട്ട് പഠിച്ചിരിക്കുക. അതേപോലെ തന്നെ ഗൈബൻ ഹെർസ്ബർഗ് റിലേഷനെ പറ്റി, ഇതാണ് നമുക്ക് എൻ്റയർ നമ്മുടെ കോഴ്സിൽ ഒരേ ഒരു ഇക്വേഷൻ പഠിക്കാനുള്ളത്. ഇതാണ് സീ വാട്ടർ ഇൻട്രൂഷനെ പറ്റി പറയുന്ന ഗൈബൻ ഹെർസ്ബർഗ് റിലേഷൻ. ഗൈബൻ ഹെർസ്ബർഗ് റിലേഷൻ എന്ന് പറയുന്നത് മാത്രമല്ല സീ വാട്ടർ ഇൻട്രൂഷനെ പറ്റിയുള്ള ഇക്വേഷൻ. ദർ ആർ വെരി മെനി ഡിഫറെന്റ് ഇക്വേഷൻസ് പ്രൊപ്പോസ്ഡ് ബൈ ഡിഫറെന്റ് പീപ്പിൾ ടു എക്സ്പ്ലെയിൻ സീ വാട്ടർ ഇൻട്രൂഷൻ. വൺ ഓഫ് ദ സിംപ്ലസ്റ്റ് മെത്തേഡ്സ് ആണ്, സിംപ്ലസ്റ്റ് ഇക്വേഷൻസ് ആണ് ഗൈബൻ ഹെർസ്ബർഗ് റിലേഷൻ. അത് 40 ടൈംസ് റോ എഫ്, റോ എസ് ഇസ് ഈക്വൽ ടു 40 ടൈംസ് റോ എഫ് എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ആണ്. ഇക്വേഷന്റെ ആ ഒരു ഫിഗർ അടക്കം ഇക്വേഷൻ ഡിറൈവ് ചെയ്തെടുക്കാൻ പഠിച്ചിരിക്കാൻ അത് നല്ലതാണ്. ഒരു ഷോർട്ട് നോട്ട് എഴുതാനായിട്ടാണ് ചോദിക്കാറ്. ഇത് സെക്കൻഡറി ഇമ്പോർട്ടൻസ് ആണ്, ആദ്യം പഠിക്കേണ്ട കാര്യമല്ല. ആദ്യം മറ്റ് 4 ചോദ്യങ്ങൾ പഠിക്കുക. സെക്കൻഡറി ആയിട്ട് പഠിക്കാവുന്ന ചോദ്യമാണ് ഗൈബൻ ഹെർസ്ബർഗ് റിലേഷൻ, ഇൻക്ലൂഡിംഗ് ദ ഫിഗർ. എങ്ങനെയാണ് അതിന് ഒരു ഷോർട്ട് നോട്ട് എഴുതാനെന്നുള്ള രീതിയിൽ പഠിക്കുക. ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. തേർഡ് മൊഡ്യൂൾ ഗ്രൗണ്ട് വാട്ടറിനെ പറ്റി പറഞ്ഞ കാര്യങ്ങൾ 4 ചോദ്യങ്ങളാണ് വളരെ ഇമ്പോർട്ടന്റ്, നിർബന്ധമായി പഠിക്കണം എന്ന് പറഞ്ഞത്. പറഞ്ഞ ചോദ്യങ്ങൾ മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. മൂവിങ് ഓൺ ടു ദ ഫോർത്ത് മൊഡ്യൂൾ. 4ാമത്തെ മൊഡ്യൂള് മെറ്റീരിയൽസിനെ പറ്റിയാണ്. നമ്മുടെ എർത്ത് ഉണ്ടാക്കിയിരിക്കുന്ന മെറ്റീരിയൽസ്. എർത്ത് ഉണ്ടാക്കിയിരിക്കുന്നത് ബേസിക്കലി ഡിഫറെന്റ് മിനറൽസ് കൊണ്ടാണ്. ഈ മിനറൽസ് കൂടി ചേർന്നിട്ട് കോമ്പിനേഷൻ ഓഫ് മിനറൽസ് കൊണ്ട് റോക്സ് ഉണ്ടാകും. അപ്പൊ ഈ മിനറൽസിനെയും റോക്സിനെയും പറ്റിയാണ് ഫോർത്ത് മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്യുന്നത്. ബോത്ത് മിനറൽസ് ആസ് വെൽ ആസ് റോക്സ്. മിനറൽസ് ആൻഡ് റോക്സിനെയും പറ്റി പറയുമ്പോൾ ഈ ഫോർത്ത് മൊഡ്യൂളിൽ 2 വളരെ ജനറൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. ഒന്ന്, ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ മിനറൽ എടുത്തു വെച്ചിട്ട് അതിന്റെ പ്രോപ്പർട്ടീസ് ചോദിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ റോക്ക് പറഞ്ഞിട്ട് അതിന്റെ പ്രോപ്പർട്ടീസ് ചോദിക്കാം. ഇത് നമുക്ക് ഗസ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ജനറലി ഞാൻ എൻ്റെ കുട്ടികളോട് പറയാറുള്ളത്, ആ ഒരു ക്വസ്റ്റ്യൻ ഒരുപാട് ഫോക്കസ് ചെയ്ത് പഠിക്കണ്ട. അത് അവസാനം നിങ്ങൾക്ക് സമയമൊക്കെ ഉണ്ടെങ്കിൽ, നിങ്ങളുടെ തലയ്ക്കകത്ത് സ്പേസ് ഉണ്ടെങ്കിൽ അത് റിപ്പീറ്റ് ചെയ്ത്, നിങ്ങൾക്ക് ഓൾറെഡി പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്, അതിൽ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിരിക്കുന്ന മിനറലിനെ റോക്കിനെ ഒന്ന് എടുത്തു വെച്ച് വേണമെങ്കിൽ നോക്കാം. അത് ഗിവ് ഇറ്റ് ലെസർ ഇമ്പോർട്ടൻസ്, ബിക്കോസ് അത് ചുമ്മാ കാണാതെ പഠിക്കാനുള്ളത്. അതിനേക്കാളും കൂടുതൽ ചാൻസ് വരാനുള്ളത് നോക്കി പഠിക്കുന്നതാണ് ബെറ്റർ എന്നാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് ഫോർത്ത് മൊഡ്യൂളിൽ പ്രൈമറി ഇമ്പോർട്ടൻസ് നിർബന്ധമായി പഠിച്ചിരിക്കേണ്ട ചോദ്യങ്ങൾ. ഒന്നാമത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് മിനറോളജി, അത് മിനറൽസിനെ പറ്റിയുള്ള സ്റ്റഡിയിൽ ഇതേ ഉള്ളൂ. പിന്നെ ഒരു ചോദ്യം, ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് മിനറൽസ് യൂസ്ഡ് ഫോർ ദെയർ ഐഡന്റിഫിക്കേഷൻ. ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ പഠിക്കണം. പ്രോപ്പർട്ടീസ് ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ പഠിക്കണം. പ്രോപ്പർട്ടീസ് ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നതിനൊപ്പം ഏതെങ്കിലും ഒരു 4 എണ്ണത്തിനെ പറ്റി ഒരു ഷോർട്ട് നോട്ട് എഴുതാനും പഠിക്കണം. ഏതെങ്കിലും ഒരു 4 എണ്ണം, ഐഡിയലി കളർ, ലസ്റ്റർ, സ്ട്രീക്ക്, അതൊക്കെയാണ് ഹാർഡ്നെസ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ. അത് തന്നെ ആവണമെന്നില്ല, പക്ഷേ ഒരു 4 എണ്ണം. ആദ്യത്തെ നമ്മൾ ലസ്റ്റർ, സ്ട്രീക്ക്, വളരെ അതുപോലെ ഹാർഡ്നെസ്, ഇത് 3ഉം പഠിക്കുന്നത് നന്നായിരിക്കും. പിന്നെ ടെനാസിറ്റി എന്നൊരു പ്രോപ്പർട്ടി കൂടെ പഠിച്ചാൽ നന്നായിരിക്കും. ഈ 4 ടോപ്പിക്ക് തന്നെ, ഈ 4 പ്രോപ്പർട്ടി തന്നെ ആവണമെന്നില്ല, പക്ഷെ എന്നാലും ലിസ്റ്റ് ഔട്ട് ചെയ്യാനും ഒരു 3-4 എണ്ണത്തിനെ പറ്റി ഷോർട്ട് നോട്ട് എഴുതാനും വേണ്ടി പഠിക്കണം. ഓക്കെ, ഫിസിക്കൽ പ്രോപ്പർട്ടീസ്, അതാണ് മിനറോളജി എന്ന് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. പെട്രോളജി, സ്റ്റഡി ഓഫ് റോക്സിനെ പറ്റി പറയുമ്പോൾ, ഒരു സെക്കൻഡ്, എക്സ്ക്യൂസ് മീ. സോറി, പെട്രോളജി അഥവാ സ്റ്റഡി ഓഫ് റോക്സിനെ പറ്റി പറയുമ്പോൾ അതിന്ന് 2-3 ചോദ്യങ്ങളുണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ടത്. ഒന്ന്, റോക്ക് സൈക്കിൾ. പലപ്പോഴും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ചോദ്യമാണ് റോക്ക് സൈക്കിൾ. അതായത് ഇഗ്നിയസ്, സെഡിമെന്ററി, മെറ്റാമോർഫിക് റോക്കുകൾ ഒന്നിൽ നിന്ന് വേറൊന്നിലേക്ക് എങ്ങനെയാണ് മാറുന്നത് എന്നുള്ളത് ഒരു ഫിഗർ ഉപയോഗിച്ച്, സൈക്കിളായിട്ട് കാണുന്ന ഒരു ഫിഗർ ഉപയോഗിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ
ഇഗ്നിയസ് റോക്ക് സെഡിമെന്ററി റോക്ക് ആയി മാറാം. വെതറിംഗ് കാരണം സെഡിമെന്റ്സ് അക്യുമുലേറ്റ് ചെയ്ത് സെഡിമെന്ററി റോക്ക് ആവാം. സെഡിമെന്ററി റോക്ക് അല്ലെങ്കിൽ ഇഗ്നിയസ് റോക്ക് ഫിസിക്കൽ കണ്ടീഷൻസിൽ പർട്ടിക്കുലർ ടെമ്പറേച്ചർ അല്ലെങ്കിൽ പ്രഷറിലുള്ള ചേഞ്ച് കൊണ്ട് അതിന്റെ സ്ട്രക്ചർ ഇന്റേണൽ അറേഞ്ച്മെന്റിന് മാറ്റം വന്ന് മെറ്റാമോർഫിക് റോക്ക് ആകാം. മെറ്റാമോർഫിസം എന്ന് പറഞ്ഞ പ്രോസസ്സിലൂടെ മെറ്റാമോർഫിക് റോക്ക് വെതർ ചെയ്ത് പൊടിഞ്ഞ് ആ സെഡിമെന്റ്സ് അടിഞ്ഞുകൂടി സെഡിമെന്ററി റോക്ക് ഫോർമേഷൻ വഴി സെഡിമെന്ററി റോക്ക് ഉണ്ടാകാം. ഈ മെറ്റാമോർഫിക് റോക്ക് ഹൈ ടെമ്പറേച്ചറിൽ മെൽറ്റ് ചെയ്ത് ആ മെൽറ്റ് ചെയ്തുണ്ടാവുന്ന ലാവ കൂൾ ഡൗൺ ചെയ്ത് അല്ലെങ്കിൽ മാഗ്മ കൂൾ ഡൗൺ ചെയ്ത് വേണമെങ്കിൽ ഇഗ്നിയസ് റോക്സ് ഉണ്ടാകാം. ഇങ്ങനെയൊക്കെ പല പോസിബിലിറ്റീസ് ഉണ്ട് നമുക്ക് ഒരു റോക്ക് മാസ് വേറൊരു റോക്ക് മാസിലേക്ക് മാറാൻ വേണ്ടി. ഇതാണ് റോക്ക് സൈക്കിൾ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിൽ നമ്മൾ പറയുന്നത്. റോക്ക് സൈക്കിൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. പെട്രോളജിയിൽ നിന്ന് ഇതേപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് സ്ട്രക്ചേഴ്സ് ആൻഡ് ക്ലാസിഫിക്കേഷൻ. ഇഗ്നിയസ് റോക്കിന്റെ സ്ട്രക്ചർ ക്ലാസിഫിക്കേഷൻ, സെഡിമെന്ററി റോക്കിന്റെ സ്ട്രക്ചർ ക്ലാസിഫിക്കേഷൻ, മെറ്റാമോർഫിക് റോക്കിന്റെ സ്ട്രക്ചർ. ഈ മൂന്നും ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ ഇതിൽ നിർബന്ധമായും വിടാതെ പഠിക്കേണ്ടത് ഇഗ്നിയസ് റോക്കിന്റെ ക്ലാസിഫിക്കേഷൻ, സെഡിമെന്ററി റോക്കിന്റെ സ്ട്രക്ചർ. ഇത് രണ്ടും വിടാതെ പഠിക്കണം. ഇഗ്നിയസ് റോക്കിന്റെ ക്ലാസിഫിക്കേഷൻ, സെഡിമെന്ററി റോക്കിന്റെ സ്ട്രക്ചർ. ഇത് രണ്ടും നിർബന്ധമായും സ്കിപ്പ് ചെയ്യാതെ പഠിച്ചിരിക്കണം. ഇഗ്നിയസ് റോക്കിന്റെ ക്ലാസിഫിക്കേഷൻ അതിൽ തന്നെ ബേസ്ഡ് ഓൺ ദ ലൊക്കേഷൻ നമുക്ക് വോൾക്കാനിക്, പ്ലൂട്ടോണിക്, ഹൈപ്പാബൈസൽ എന്ന് പറഞ്ഞ് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. എവിടെയാണ് ഇത് കാണപ്പെടുന്നത്? സർഫസിലാണോ, ഒരുപാട് ദൂരെയാണോ, അതോ ഒരു ഇൻ ബിറ്റ്വീൻ ഇന്റർമീഡിയറ്റ് ഡെപ്തിലാണോ എന്നുള്ളതനുസരിച്ച് അത് റിപ്പീറ്റ് ചെയ്ത് സ്ഥിരമായി പേരെടുത്ത് തന്നെ ചോദിച്ചിട്ടുള്ളതാണ്. അതുപോലെ CIPW ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് മിനറോളജിക്കൽ ക്ലാസിഫിക്കേഷൻ, അതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാറുള്ളതാണ്. സോ ക്ലാസിഫിക്കേഷൻ ഓഫ് ഇഗ്നിയസ് റോക്ക് ആസ് വെൽ ആസ് സ്ട്രക്ചേഴ്സ് ഓഫ് സെഡിമെന്ററി റോക്ക്. സെഡിമെന്ററി റോക്കിൽ പലതരത്തിലുള്ള സ്ട്രക്ചേഴ്സ് ഉണ്ട്. ആ സ്ട്രക്ചേഴ്സിലെ ലിസ്റ്റ് ഔട്ട് ചെയ്യാനും ഒരു 3-4 പറ്റി കണ്ടന്റ് ഇൻക്ലൂഡിങ് ഒരു ചെറിയ ഫിഗർ അടക്കം എഴുതാനും സ്ട്രാറ്റിഫിക്കേഷൻ, ലാമിനേഷൻ, ക്രോസ് ബെഡിങ്, റെയിൻ പ്രിൻസ്, അങ്ങനെയൊക്കെ പറഞ്ഞ് മഡ് ക്രാക്സ്. ദർ ആർ സോ മെനി ഡിഫറെന്റ് സ്ട്രക്ചേഴ്സ് ഇൻ സെഡിമെന്ററി റോക്ക്. ആ സ്ട്രക്ചേഴ്സിനെ പറ്റി എഴുതാനും ഒരു 3-4 പറ്റി എഴുതാൻ, ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ, ജനറലി ഒരു 7-8 ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ ഒരു 3-4 പറ്റി എഴുതാനും പഠിച്ചിരിക്കണം. ഇത്രയുമാണ് 4th മൊഡ്യൂളിൽ നിർബന്ധമായും പഠിച്ചിരിക്കേണ്ട ടോപ്പിക്കുകൾ. ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആൻഡ് മിനറൽസ് ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ ഒരു 3-4 പറ്റി എഴുതാനും, റോക്ക് സൈക്കിൾ, ഇഗ്നിയസ് റോക്കിന്റെ ക്ലാസിഫിക്കേഷൻ, സെഡിമെന്ററി റോക്കിന്റെ സ്ട്രക്ചേഴ്സ്. ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. മൂവിങ് ഓൺ ടു ദ 5th മൊഡ്യൂൾ. 5ാമത്തെ അവസാനത്തെ മൊഡ്യൂളാണ്. നമ്മളിപ്പോ ഒരു ആവറേജ് ഒരു 3-4 ചോദ്യം വെച്ച് ഓരോ മൊഡ്യൂളിൽ പറഞ്ഞു വരുന്നുണ്ട്. ഐ തിങ്ക് ടോട്ടൽ 15ഓളം ചോദ്യം ആയിട്ടുണ്ട്. ഇപ്പോൾ ഒരു 2-3 ചോദ്യങ്ങൾ കൂടെ പറയും, ലെസ് ദാൻ 20. ഈ 20 ക്വസ്റ്റ്യൻസ് നിർബന്ധമായിട്ടും പഠിക്കാൻ ഞാൻ സജസ്റ്റ് ചെയ്യും. 5th മൊഡ്യൂളിൽ സ്ട്രക്ചറൽ ജിയോളജി, നമ്മുടെ റോക്സിലൊക്കെ കാണപ്പെടുന്ന സ്ട്രക്ചേഴ്സ്. ഓൾറെഡി പെട്രോളജിയിൽ നമ്മൾ സ്ട്രക്ചേഴ്സിനെ പറ്റി ഡിസ്കസ് ചെയ്തു. അത് പ്രൈമറി സ്ട്രക്ചേഴ്സ്, ഫോർമേഷൻ സമയത്ത് തന്നെ ഉള്ളത്. സ്ട്രക്ചറൽ ജിയോളജിയിൽ നമ്മൾ സെക്കൻഡറി ആയിട്ട് ഫോർമേഷന് ശേഷം അവിടെയുള്ള ഇൻഹറന്റ് ആയിട്ടുള്ള ലോഡിംഗ് കണ്ടീഷൻസ് ഒക്കെ കാരണം രണ്ടാമത് പിന്നീട് ഡെവലപ്പ് ചെയ്യുന്ന സ്ട്രക്ചേഴ്സിനെ പറ്റിയാണ് സ്ട്രക്ചറൽ ജിയോളജി, അതായത് 5th മൊഡ്യൂളിൽ പറയുന്നത്. ഇതില് 2 ഇതുണ്ട്. ഫോൾഡ് എന്ന 3 ഉണ്ട്. ഫോൾട്ട്, ജോയിന്റ്. അതിൽ ഫോൾഡും ഫോൾട്ടും അതിന്റെ ടെർമിനോളജി വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു ഫോൾഡ് വരച്ച് അതിനകത്തുള്ള ടേംസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ, അതുപോലെ ഒരു ഫോൾട്ടിന്റെ ഫിഗർ വരച്ച് അതിനകത്തുള്ള ടേംസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ നിർബന്ധമായിട്ട് പഠിച്ചിരിക്കണം. ഒരു ഫോൾഡ് അതുപോലെ ഒരു ഫോൾട്ട് രണ്ടും വരച്ച് അതിനകത്തുള്ള ടേംസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ നിർബന്ധമായിട്ട് പഠിച്ചിരിക്കണം. ഇതേപോലെ തന്നെ അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ട ചോദ്യമാണ് ഫോൾഡിന്റെ ക്ലാസിഫിക്കേഷൻ. FOLD, ഫോൾഡിന്റെ ക്ലാസിഫിക്കേഷൻ ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ പഠിക്കണം. ഏതെങ്കിലും ഒരു 3-4 പറ്റി എഴുതാനും പഠിക്കണം. ഒരുപാട് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. പല ബേസിസിലുള്ള ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ബേസ്ഡ് ഓൺ ദ ആക്സിയൽ പ്ലെയിൻ, ബേസ്ഡ് ഓൺ ദ ഫോൾഡിങ്, അങ്ങനെയൊക്കെ പറഞ്ഞ് പല രീതിയിൽ നേച്ചർ ഓഫ് ഫോൾഡിങ് അനുസരിച്ച് ഒരുപാട് ടൈപ്പിലുള്ള ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ലിസ്റ്റ് ഔട്ട് ചെയ്യാനും പഠിക്കണം. ഒരു 3-4 പറ്റി ഡിസ്ക്രൈബ് ചെയ്യാൻ ഷോർട്ട് നോട്ട്സ് ആയിട്ട് എഴുതാനും പഠിക്കണം.
FOLD, ഫോൾട്ട് അല്ല, ഫോൾഡിന്റെ ക്ലാസിഫിക്കേഷൻ. ഓക്കെ, ഫോൾഡിന്റെയും ഫോൾട്ടിന്റെയും ബേസിക് ടേംസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പഠിക്കണം. ഒരു ഫിഗർ വരച്ച് അതിന്റെ ബേസിക് ടേംസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പഠിക്കണം. അതിനോടൊപ്പം ക്ലാസിഫിക്കേഷനും പഠിക്കണം. ഇനി മൂന്നാമത്തെ പോർഷൻ, മൂന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഒരു സൈറ്റ് ഇൻവെസ്റ്റിഗേഷന്റെ ജിയോളജിക്കൽ പാർട്ടാണ്. ഇത് 3 ചോദ്യങ്ങളുണ്ട്. ഇതിൽ ഡാം ഉണ്ട്, റിസർവോയർ ഉണ്ട്, ടണൽ ഉണ്ട്. ഇതിൽ ഏതാണ് ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞു തരാൻ പറ്റില്ല. ഏത് വേണമെങ്കിൽ 3ഉം മാറി മാറി ചോദിക്കാറുണ്ട്. 3 ഇമ്പോർട്ടന്റ് ആണ്. ഐഡിയലി ഏറ്റവും കുറഞ്ഞത് റിസർവോയറും ടണലും 2 പഠിക്കുക. റിസർവോയർ പഠിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഡാമിനെ പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ എഴുതാൻ പറ്റും, സപ്പോസ് ഡാം ആണ് ചോദിക്കുന്നതെങ്കിൽ. ബട്ട് അത് 2 പഠിച്ചിരിക്കുന്നത്, 3ൽ 2 പഠിച്ചിരിക്കുന്നത് നല്ലതാണ്. ഇതിൽ ഏതാണ് ഇന്നതാണ് കൂടുതൽ ചാൻസ് അങ്ങനെ പറയാനില്ല. ഡാം, റിസർവോയർ, ടണൽ ഇതിലേതെങ്കിലും ഒന്ന് സ്ഥിരമായി ചോദിച്ച് കാണാറുണ്ട്. സോ 5th മോഡ്യൂളിൽ ഈ 3 ചോദ്യങ്ങളാണ്. ഒന്ന് ഫോൾഡിന്റെയും രണ്ടായിട്ട് വേണമെങ്കിൽ പറയാം. ഫോൾഡിന്റെ ഫിഗർ, അതിന്റെ ഡീറ്റെയിൽസ്, അതിന്റെ പാർട്സ്, ഫോൾട്ടിന്റെ ഫിഗർ, അതിന്റെ പാർട്സ്, ഫോൾഡിന്റെ ക്ലാസിഫിക്കേഷൻ, ദെൻ സൈറ്റ് ഇൻവെസ്റ്റിഗേഷൻ ഫോർ സിവിൽ എഞ്ചിനീയറിംഗ് സ്ട്രക്ചർ, ഡാം, റിസർവോയർ, ടണൽ. മിനിമം 2 പഠിച്ചിരുന്നാൽ നല്ലത്. ഇത്രയുമാണ് പ്രൈമറി ആയിട്ട് പഠിച്ചിരിക്കണം, നിർബന്ധമായും പഠിച്ചിരിക്കണം എന്ന് പറയുന്ന ടോപ്പിക്സ്. സെക്കൻഡറി ആയിട്ട് ക്ലൈനോമീറ്റർ, കോമ്പസിനെ പറ്റി ഒരു ഷോർട്ട് നോട്ട് എഴുതാൻ പഠിച്ചാൽ കൊള്ളാം. അതേപോലെ ഫോൾട്ടിന്റെ ക്ലാസിഫിക്കേഷൻ, നോർമൽ ഫോൾട്ട്, റിവേഴ്സ് ഫോൾട്ട്, അതിന്റെ ക്ലാസിഫിക്കേഷനെ പറ്റി ഒരു ഷോർട്ട് നോട്ട്, അത് സെക്കൻഡറി ആണ്, അങ്ങനെ പഠിച്ചാൽ കൊള്ളാം. സോ ഇത്രയാണ് നമ്മളുടെ 5 മൊഡ്യൂൾസ്. ഇതിലെ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂല് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ പഠിക്കേണ്ട പോർഷൻസ്, ഇൻ മൈ ഒപ്പീനിയൻ, ബേസ്ഡ് ഓൺ ദ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ദാറ്റ് ഐ ഹാവ് സീൻ. ഞാൻ കണ്ടിട്ടുള്ള വേരിയസ് റെഗുലർ ആൻഡ് സപ്ലിമെന്ററി എക്സാമിനേഷന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ ബേസിസിലാണ് ഞാനിത് ഇത്രയും ഡിസ്കസ് ചെയ്തത്. ഓവറോൾ ഒരു 15 to 20 ക്വസ്റ്റ്യൻസ് ഞാൻ തന്നിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻസ് ഓൾറെഡി നിങ്ങൾ കണ്ടുപോയിട്ടുള്ളതാവും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇങ്ങനെ ഒരു സെഷൻ ഞാൻ ഓരോ ക്വസ്റ്റ്യൻ എടുത്ത് ഡിസ്കസ് ചെയ്യുന്നതിനേക്കാളും ഇങ്ങനെ ഡിസ്കസ് ചെയ്യാൻ ഞാൻ തീരുമാനിച്ചതിന്റെ കാരണം, ബിക്കോസ് ഐ ബിലീവ് ദാറ്റ് യു വിൽ ഹാവ് ഇനഫ് ഡാറ്റ വിത്ത് യു. ഓൾറെഡി ഇഷ്ടംപോലെ നോട്ട്സ് ഒക്കെ കിട്ടിയിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ കിട്ടാൻ ഇഷ്ടംപോലെ വഴിയുണ്ട്. KT നോട്ട്സിലൊക്കെ തന്നെ ഇഷ്ടംപോലെ മെറ്റീരിയൽ ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്താൽ തന്നെ ഇതിനൊക്കെ മെറ്റീരിയൽ നിങ്ങൾക്ക് കിട്ടും. പക്ഷേ കിട്ടുന്ന മെറ്റീരിയൽ വെച്ചിട്ട് എന്താ പഠിക്കേണ്ടത്? ബിക്കോസ് ഐ ബിലീവ് ഇതിൽ ഒരുപാട്, ഇപ്പൊ പെർബിൻ സിംഗിന്റെ ഒരു പുസ്തകം എടുത്താൽ തന്നെ ജിയോളജിയിലെ ഒരു എൻ്റയർ ടെക്സ്റ്റ് ബുക്ക് ഒരുപാട് കണ്ടന്റ് ഉണ്ട്. അപ്പൊ ഇതിൽ ഏതാണ് പഠിക്കേണ്ടതെന്ന് അറിയാത്തതായിരിക്കും നിങ്ങളുടെ പ്രശ്നം. റദറാൻ ഇപ്പൊ ഒരു മെക്കാനിക്സോ അല്ലെങ്കിൽ ഒരു മാത്തമാറ്റിക്സിലോ അല്ലെങ്കിൽ ജിയോടെക്കിന്റെ ഇതിലൊരു പ്രോബ്ലം നിങ്ങൾക്ക് ചെയ്യാൻ പഠിപ്പിക്കുക എന്ന് പറയുന്ന പോലെ ജിയോളജിയിലില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു സെഷൻ പ്ലാൻ ചെയ്തത്. ഞാൻ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ യൂസ്ഫുൾ ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. വേറെ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ പ്ലീസ് അൺമ്യൂട്ട് യുവർ സെൽഫ്, ഓർ യു ക്യാൻ മെൻഷൻ ഇൻ ദി ചാറ്റ് ബോക്സ് ആൻഡ് ഐ ക്യാൻ മേ ബി ആൻസർ യു. എന്തെങ്കിലും സംശയങ്ങൾ അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ക്ലിയർ ചെയ്ത് തരേണ്ടതായിട്ടുണ്ടോ? ഓക്കെ, ഞാൻ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ ക്ലിയർ ആയിരുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. ഇത്രയും മിനിമം ഇത്രയെങ്കിലും പഠിക്കുക. ജിയോളജി പഠിച്ച് തീർക്കുക പാടാണ്. അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് പാടാണെന്ന് പറയുന്ന പോലെ തന്നെയാണ് എല്ലാവർക്കും ഇപ്പൊ സബ്ജക്ട് പഠിക്കുന്ന എല്ലാവർക്കും അത് തന്നെ ബുദ്ധിമുട്ടുണ്ട്. ഡോൺ ഗെറ്റ് ടെൻസ്ഡ് ആവാതെ കൂളായിട്ട് എക്സാമിന് പോവാം. വേറെവർ പോസിബിൾ, ഐ റിപ്പീറ്റ്, വേറെവർ പോസിബിൾ നിങ്ങൾക്ക് ഫിഗേഴ്സ് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഫിഗേഴ്സ്
പഠിച്ചിട്ട് പോവുക. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പം ഫിസിക്കൽ വെതറിങ്ങിന് ഫ്രോസ്റ്റ് ആക്ഷൻ എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഉണ്ട്. ഫ്രോസ്റ്റ് ആക്ഷൻ എന്ന് പറയുന്നതിനകത്ത് നിങ്ങൾ ഒരു 10 സെന്റൻസ് എഴുതുന്നതിനേക്കാളും 3 സെന്റൻസും ആ ഫ്രോസ്റ്റ് ആക്ഷന്റെ കറക്റ്റ് ഫിഗറും വരച്ചാൽ അയാൾക്കായിരിക്കും ചിലപ്പോൾ കൂടുതൽ മാർക്ക് കിട്ടുക, അല്ലെങ്കിൽ രണ്ടുപേർക്കും ചിലപ്പോൾ ഈക്വൽ മാർക്സ് ആയിരിക്കും കിട്ടുക. അപ്പൊ ആ കൺസെപ്റ്റിൽ അപ്പം അതാണ് ആ ഫിഗറിന്റെ ഇമ്പോർട്ടൻസ്. ബിക്കോസ് ഇറ്റ് സ്പീക്സ് ദാറ്റ് യു ഓൾറെഡി നോ ദ കൺസെപ്റ്റ്. അത് വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് അറിയാം എന്നുള്ളത് നമുക്ക് മനസ്സിലാവും ഇവാലുവേറ്റ് ചെയ്യുന്നവർക്ക്. അതുകൊണ്ട് ഫിഗേഴ്സ് മാക്സിമം ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഈ ചോദ്യങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിട്ട് പോവുക. ടെൻഷൻ അടിക്കാതിരിക്കുക. ബിക്കോസ് പഠിച്ചു തീർക്കാൻ പറ്റാത്തത് നിങ്ങൾക്ക് മാത്രമല്ല, ഒരുപാടധികം ആൾക്കാർക്കും ജിയോളജി വളരെ വാസ്റ്റ് ആയിട്ട് ഫീൽ ചെയ്യും. ബട്ട് യു ഹാവ് ഗോട്ട് ആൻ എഡ്ജ്. ഇതൊക്കെയാണ് റിപ്പീറ്റ് ചെയ്തതെന്ന് നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്നതുകൊണ്ട് ബേസിക് പാസ് ആവാനുള്ള കണ്ടന്റ് ഓൾറെഡി നിങ്ങൾക്ക് അറിയാം എന്നുള്ള ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡോടെ പരീക്ഷയ്ക്ക് പോവുക എന്നുള്ളതാണ് എൻ്റെ സജഷൻ. സോ ഇഫ് ദർ ഇസ് നത്തിങ് മോർ, വേറെ പ്രത്യേകിച്ച് ഒന്നും നിങ്ങൾക്ക് ഡൗട്ട്സ് ഒന്നും ഇല്ലെങ്കിൽ ഐ വുഡ് ലൈക്ക് ടു താങ്ക് ദ മ്യൂലൺ ടീം അഗൈൻ ആൻഡ് I'd like to hand over the session to them. Okay, sir. Sir, thank you for the classes. Thank you, sir. Okay, thank you.